We thank the Lord for God's word. He is ministering to us week after week. ഈ ആഴ്ചകളിലെല്ലാം ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. There are many things the Lord has been speaking to us over a period of time. അനേക കാര്യങ്ങൾ ദൈവം ചില നാളുകളായി നമ്മോട് Time of the സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. camp meetings in Delhi, പ്രത്യേകിച്ച് ഡൽഹിയിലുള്ള ക്യാമ്പ് മീറ്റിംഗിന്റെ camp സമയത്ത് meetings in Thrissur. തുടർന്ന് തൃശ്ശൂരുള്ള ക്യാമ്പിൽ God has been speaking to us about restoration. ദൈവം നമ്മോട് വീണ്ടെടുപ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. And from the turn of this new year, ഈ വർഷത്തിന്റെ ആരംഭത്തിൽ God has been speaking to us about His restoration. കർത്താവിന്റെ യഥാസ്ഥാനത്തിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മോട് He has been സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. speaking to us from the book of Joel. പ്രത്യേകിച്ച് യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ Many things God has സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. been ministering to us. അനേക കാര്യങ്ങൾ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരുന്നു. And before we go on to God's word and meditate upon that further, തുടർന്ന് ദൈവവചനത്തിലേക്ക് കടന്നുപോയി ദൈവവചനം ധ്യാനിക്കുന്നതിന് I want മുമ്പായിട്ട് to bring in a word of caution to some of us. നമുക്കൊരു മുന്നറിയിപ്പ് നൽകുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. It's very, very important. അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. As I've been interacting with God's people, ഞാൻ ദൈവമക്കളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യം, especially with the young ones in the Lord, പ്രത്യേകിച്ചും കർത്താവിൽ I യുവാക്കളായവരോട് just want to caution us about the matter of AI. അവരോട് ഞാൻ മുന്നറിയിപ്പ് നൽകുന്നത് AI കുറിച്ചാണ്. So listen very carefully to what I have to say. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. There's a tendency in some of us നമ്മിൽ ചിലർക്ക് ഇങ്ങനെയുള്ള ഒരു to പ്രവണതയുണ്ട്. make use of this ഈ AI, AI ഉപയോഗിക്കുന്ന ഒരു പ്രവണതയുണ്ട്. artificial intelligence. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിക്കുന്ന ഒരു പ്രവണതയുണ്ട്. So let's understand this. നാം ഇത് മനസ്സിലാക്കേണ്ടത് I see അനിവാര്യമാണ്. that several young people, അനേക യുവ സഹോദരി സഹോദരന്മാർ, some time back, even some elders did this, ഇത് ചില and we പ്രായമായവർ had to പോലും ചെയ്തു. correct them. അവരെ തിരുത്തേണ്ടി വന്നു. And they bring in the word of God അവർ that ദൈവവചനത്തെ we hear on Sunday ദൈവവചനം സൺഡേ കേൾക്കുന്ന ദൈവവചനത്തെ കൊണ്ടുവന്ന and take the help of AI to work it out or to help them. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ആ കാര്യങ്ങൾ So it can മനസ്സിലാക്കാനുള്ള bring സഹായം about തേടി. pictures to you. അത് ചില It പടങ്ങളൊക്കെ can നൽകും. bring it to you in a tabulated form. അത് വന്നൊരു ടാബുലേറ്റഡ് ഫോമിൽ പടങ്ങളോടെ എല്ലാം Whichever നൽകും. form you want, please don't try it if you have not done it, because നമുക്ക് എങ്ങനെ അത് വേണമോ അങ്ങനെ അത് I'm തരും. saying this to stop it. ഇത് നിർത്തുന്നതിനായിട്ട് ഞാൻ പറയുന്നത് അത് നമ്മൾ അതിനായി what they're ചെയ്യാൻ doing ശ്രമിക്കരുത്. is, that which is of the Holy Spirit ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങൾ is trusted to something which is not of the Holy Spirit. പരിശുദ്ധാത്മാവിന്റേതല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ Now, ഏൽപ്പിച്ചു you can കൊടുക്കണം. make use of AI for your secular responsibility. I'm not against നമ്മുടെ സ്വാഭാവികമായ ഉത്തരവാദിത്തങ്ങളിലൊക്കെ AI ഉപയോഗിക്കുന്നതിൽ for that തെറ്റില്ല. is all based upon the secular wisdom and secular teaching. അത് സ്വാഭാവിക ബുദ്ധിയിലും സ്വാഭാവികമായിട്ടുള്ള But when it കാര്യങ്ങളിലും comes to God's word, അധിഷ്ഠിതമാണ്. ദൈവത്തിന്റെ please വചനത്തിന്റെ കാര്യം don't give വരുമ്പോൾ it to the hands of AI to help you out. AI-ൽ നിങ്ങൾ ആശ്രയിക്കരുത് സഹായത്തിനായിട്ട്. And that's going to be very dangerous. അത് നാം ചെയ്യുന്നുവെങ്കിൽ അത് It ആപൽക്കരം can give തന്നെയായിരിക്കും. you its own idea. അത് അതിൻ്റെതായ ആശ്രയമേ It നൽകത്തുള്ളൂ. can give to you such figures and pictures that will shock you sometimes. ചില സമയത്ത് നമ്മളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള ചില And so ചിത്രങ്ങളൊക്കെ I would നൽകും. like to tell all of us who are that kind of temptation അങ്ങനെയുള്ള പ്രവണതയുള്ളവരോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത് that it is dangerous, അത് ആവൽക്കരമാണെന്ന് ഞാൻ പറയുവാൻ താല്പര്യപ്പെടുന്നു. because that which is of the Spirit cannot be given to the intelligence of man. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കാര്യങ്ങളെ മനുഷ്യന്റെ ബുദ്ധിക്ക് നമ്മൾ The ഭരമേൽപ്പിക്കരുത്. Bible clearly tells ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നത്, that ദൈവവചനം വളരെ man by വ്യക്തമായി wisdom പ്രതിപാദിക്കുന്നത്, did not know God. ജ്ഞാനത്തിനാൽ മനുഷ്യൻ ദൈവത്തെ അറിഞ്ഞില്ല. Man's intelligence cannot know God, nor God's wisdom, nor God's counsel. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ദൈവത്തെയോ ദൈവത്തിന്റെ ജ്ഞാനത്തെയോ ദൈവത്തിന്റെ ആലോചനയോ അറിയുക സാധ്യമല്ല. Yes. So don't play with this. It's my humble prayer. അതുകൊണ്ട് ഈ കാര്യത്തോട് നമ്മൾ And കളിക്കരുതെന്ന് request ഞാൻ to നിങ്ങൾക്ക് all മുന്നറിയിപ്പ് my നൽകുവാൻ young ആഗ്രഹിക്കുന്നു. brothers and maybe even older ones. എന്റെ യുവ സഹോദരന്മാരും സഹോദരിമാരും അത് പ്രായമായവരോട് ഞാനിത് പറയുവാൻ താല്പര്യപ്പെടുന്നു. So please do not nullify
what God is speaking to you by these means. ദൈവം നമ്മോട് സംസാരിക്കുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ വ്യർത്ഥമാക്കരുത്. Yes. We read in the book of Leviticus, ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ in chapter 10 and verse 1, അതിന്റെ 10-ാം അധ്യായം 1-ാം വാക്യത്തിൽ, and Nadab and Abihu, the sons of Aaron, took either of them his censer and put fire therein and put incense thereon and offered strange fire before the Lord, which he commanded them not. അനന്തരം അഹ്റോന്റെ പുത്രന്മാരായ നാദാബും അബീഹുവും ഓരോ ധൂപകലശം എടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ട് അങ്ങനെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാഗ്നി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. Numbers chapter 3 and verse 4, സംഖ്യാപുസ്തകം 3-ാം അധ്യായം 4-ാം വാക്യം, and Nadab and Abihu died before the Lord when they offered strange fire before the Lord in the wilderness in Sinai, and they had no children. And Eleazar and Ithamar ministered in priest's office in the sight of Aaron their father. എന്നാൽ നാദാവും അബീഹുവും സീനായി മരുഭൂമിയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ അഗ്നി കത്തിച്ചപ്പോൾ യഹോവയുടെ സന്നിധിയിൽ മരിച്ചുപോയി. അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. ഏലിയാസറും ഇഥാമാറും അപ്പനായ അഹ്റോന്റെ മുമ്പാകെ പുരോഹിത ശുശ്രൂഷ ചെയ്തു പോകുന്നു. ഈ കാര്യത്തെക്കുറിച്ച് നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കും. That which is of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ കാര്യത്തെ cannot be handed over to the intelligence of man, മനുഷ്യന്റെ ജ്ഞാനത്തിന് നാം ഭരമേൽപ്പിക്കരുത്. and especially to these technology that's available to us. നമുക്ക് ലഭ്യമായ ഈ ടെക്നോളജി അതിനെ ഉപയോഗിക്കണം. What you need is to wait on God. ദൈവത്തിനായി നാം കാത്തിരിക്കണം. Why you want to simplify things? നാം എന്തുകൊണ്ടാണ് കാര്യങ്ങളെ ലളിതമാക്കുവാൻ Somebody else ശ്രമിക്കുന്നത്? who is not capable or not supposed to be doing. അത് നമ്മൾ ഒരിക്കലും ചെയ്യുവാൻ പാടില്ല. Why a system should help you out this way. ഇതിനെ കമ്പ്യൂട്ടർ എന്തിനു നിങ്ങളെ സഹായിക്കും? And it will nullify what God has to speak to your heart. അത് ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന കാര്യങ്ങളെ നിരർത്ഥമാക്കും. Spend time with the word of God. ആകയാൽ ദൈവവചനത്തോടെ ശബ്ദം ചെലവഴിക്കുക. Shortcuts. കുറുക്കു വഴികളെ തേടരുത്. Meditate upon God's word. ദൈവവചനത്തെ ധ്യാനിക്കുക. And let him reveal to you. ആ കാര്യങ്ങളെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തുമാറാകട്ടെ. May God help ദൈവം us. നമ്മളെ സഹായിക്കട്ടെ. So that's a word to my young brothers and sisters. ഇതെന്റെ യുവ സഹോദരി സഹോദരന്മാർക്കുള്ള I come across some of them as I travel to other places as well. എന്റെ And I see this വാക്കുകളാണ്. temptation in many. ഞാൻ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോഴും ഇങ്ങനെയുള്ള ഒരു പ്രലോഭനം എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അനേകർ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് സൂക്ഷ്മതയുള്ളവരാണ്. Let's come back to the book of Joel. വീണ്ടും നമുക്ക് യോവേലിന്റെ പുസ്തകത്തിലേക്ക് തിരിച്ചു And വരാം. may we hear what the Holy Spirit has to speak to us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് Chapter 2 കേൾക്കാം. of Joel യോവേൽ and verse പ്രവചനം 1 2-ാം and 2 അധ്യായം I am reading. Yes. 1-2 വാക്യങ്ങൾ Let's വായിക്കാം. open and let's listen to what God has for us even this morning. നമ്മുടെ ഹൃദയങ്ങളെ Blow the തുറന്ന് trumpet in Zion and sound an alarm in my holy mountain. Let all the inhabitants of the land tremble, for the day of the Lord cometh, for it is nigh at hand. A day of darkness and of gloominess, a day of clouds and of thick darkness, as the morning spread upon the mountain. നാം കേൾക്കുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. സിയോനിൽ കാഹളം ഊതുവീൻ, എന്റെ വിശുദ്ധപർവ്വതത്തിൽ അയ്യം ഉൽപ്പീൻ. യഹോവയുടെ ദിവസം വരുന്നതുകൊണ്ടും അത് അടുത്തിരിക്കുന്നതുകൊണ്ടും ദേശത്തിലെ സകല നിവാസികളും നടുങ്ങിപ്പോകട്ടെ. ഇരുട്ടും അന്ധകാരവും ഉള്ള ഒരു ദിവസം, മേഘവും കൂരിട്ടവരും ഉള്ള ഒരു ദിവസം തന്നെ. പർവ്വതങ്ങളിൽ പറന്നിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പവും ബലവുമുള്ള ഒരു ജാതി അങ്ങനെയുള്ളതുപോലെ പണ്ടുണ്ടായിട്ടില്ല, ഇനിമേൽ തലമുറയായുള്ള ആണ്ടുകളോളം ഉണ്ടാകുകയുമില്ല. Yes, we thank God for all that the Holy Spirit has ministered to us till now. ഇതുവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളോട് നമ്മോട് സംസാരിച്ച തന്റെ വചനത്തിനായി നമുക്ക് ദൈവത്തെ We heard സ്തുതിക്കാം. about the principles of Babylon. നാം ഈ ബാബിലോണിന്റെ പ്രമാണങ്ങളെ കുറിച്ച് കേൾക്കുകയുണ്ടായി. We heard about darkness that is growing or increasing everywhere around us. നമുക്ക് ചുറ്റിലും
അധികമായി വരുന്ന അന്ധകാരത്തെക്കുറിച്ച് ഇരുട്ടിനെ കുറിച്ച് നാം There is കേൾക്കുകയുണ്ടായി. darkness in the world, ലോകത്തിൽ അന്ധകാരമുണ്ട്, and there is darkness in the church realm. സഭാമണ്ഡലത്തിലും അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. Many are living in terrible ignorance of God's word. അനേകർ ദൈവവചനത്തെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. We heard that it's a time of darkness and also a time of light. കർത്താവിന്റെ നാള് അത് അന്ധകാരത്തിന്റെയും വെളിച്ചന്റെയും നാളാണെന്ന് നാം കേൾക്കുകയുണ്ടായി. But the Lord is waking up God's people in this present time to arise and be on the side of the light. നമ്മൾ എഴുന്നേറ്റ് ആ വെളിച്ചത്തിന്റെ ഭാഗത്തേക്ക് വരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Yes, we heard many things. I'm not going to revise for want of time. പല കാര്യങ്ങൾ നാം കേട്ടു, ആ കാര്യങ്ങളെ ആവർത്തിക്കുവാൻ But we സമയക്കുറവുണ്ട്. heard very clearly, ഒരു കാര്യം നമ്മൾ വ്യക്തമായി കേട്ടു. Babylon, the false church. ബാബിലോൺ ആ തെറ്റായ സഭ. We see in the scriptures it's a realm of confusion and mixture. അത് മിശ്രിതാവസ്ഥ നിറഞ്ഞ ഒരു കുഴപ്പം നിറഞ്ഞ ഒന്നാണ്. We also heard the principle of Babylon is also where they keep the traditions of men instead of God's word. ബാബിലോണിന്റെ തത്വം ദൈവവചനത്തിന് പകരം അവർ മനുഷ്യന്റെ പാരമ്പര്യങ്ങളെ വെച്ച് പുലർത്തുന്നതാണ് നാം കേൾക്കുകയുണ്ടായി. And we heard very clearly that നാം വളരെ വ്യക്തമായി the കേട്ടത് Lord Jesus Christ himself said കർത്താവായ യേശുക്രിസ്തു തന്നെ പറഞ്ഞു, that you have made your traditions to nullify God's word. നിങ്ങളുടെ പാരമ്പര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ദൈവവചനത്തെ അർത്ഥശൂന്യമാക്കി എന്ന് താൻ പറഞ്ഞു. He said, making the word of God of none effect, ദൈവവചനത്തെ അത് deprived of its power or force, അത് അർത്ഥശൂന്യമാക്കി ശക്തിയില്ലാത്തതാക്കി, makes it invalid അതെ കഴിവില്ലാത്തതാക്കി through your tradition. മനുഷ്യ പാരമ്പര്യങ്ങളിലൂടെ. So we heard one thing very ഒരു clearly, കാര്യം നാം വ്യക്തമായി കേട്ടു, that the tradition is more powerful than God's word. മനുഷ്യന്റെ പാരമ്പര്യങ്ങൾ ദൈവവചനത്തെക്കാൾ ശക്തമായതാണ്. That the traditions can nullify, ദൈവവചനത്തിന് deprive the word for which that word is sent. ദൈവവചനം എന്തുദ്ദേശനായി അയക്കപ്പെട്ടു അതിനെ നിരർത്ഥമാക്കുവാൻ മനുഷ്യന്റെ പാരമ്പര്യങ്ങൾ കഴിയും. Make the word of God invalid. അതിനെ കഴിവില്ലാത്തതാക്കുവാൻ കഴിയും. This is very true, saints of ഇത് God. വളരെ യാഥാർത്ഥ്യം തന്നെയാണ് വിശുദ്ധന്മാരെ. So may God really help us to understand this. ആകയാൽ ഇത് മനസ്സിലാക്കുവാൻ ദൈവം നമ്മ ഓരോരുത്തരെയും We സഹായിക്കും. heard one thing very, very clearly from God's നാം word. ദൈവവചനത്തിൽ വളരെ വ്യക്തമായി കേട്ട ഒരു That കാര്യം, which the locusts have eaten. വെട്ടുക്കിളികൾ തിന്നുകളഞ്ഞ, As we saw it last week, കഴിഞ്ഞ ആഴ്ച നാം that കണ്ടതുപോലെ which the palmer worm had left had the locusts eaten. തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു. And that which the locust hath eaten had the cankerworm eaten. വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. And that which the cankerworm hath left had the caterpillar eaten. വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. That means nothing was left. ബാക്കിയൊന്നും ഉണ്ടായിരുന്നില്ല, Everything was eaten away. എല്ലാം തിന്നുകളഞ്ഞു. The locusts of traditions have eaten away the things of God, and that's what we could see in the history of the church. മനുഷ്യന്റെ പാരമ്പര്യമാകുന്ന വെട്ടുക്കിളികൾ സഭയിലെ സകലവും തിന്നുകളഞ്ഞു എന്നാണ് സഭാചരിത്രത്തിൽ നാം കണ്ടത്. Even during the times of restoration, നവോത്ഥാനത്തിന്റെ സ്ഥാനത്തും from the times of even Martin Luther, മാർട്ടിൻ ലൂതറിന്റെ സമയത്ത് നിന്ന് നാം നോക്കുമ്പോൾ in 1517, 1517 till the present time, അവിടെ നിന്നാണല്ലോ യഥാസ്ഥാനം we see ആരംഭിച്ചത്. that we have been plagued with traditions of religious mixture. ഈ മതപരമായ പാരമ്പര്യങ്ങളുടെ ആ സമ്മിശ്രതയാൽ നിറഞ്ഞിരിക്കുകയാണ് സഭ. People come out of tradition അവർ പാരമ്പര്യത്തിൽ നിന്ന് വെളിയെ വരുന്നു, and they make their own tradition, അതിനുശേഷം അവർ അവരുടെ സ്വന്തമായ and പാരമ്പര്യങ്ങൾ ഉണ്ടാക്കും. nullifying God's powerful word. ദൈവത്തിന്റെ വചനത്തെ അതിന്മൂല മുഖാന്തരം അവർ നിരർത്ഥമാക്കുന്നു. And in these end times, ഇങ്ങനെയുള്ള സമയത്ത് God is going to bring a clean separation. ദൈവം ഒരു
തികച്ചും ഒരു വേർപാടിനെ കൊണ്ടുവരുവാൻ As He പോവുകയാണ്. is the restorer of all ദൈവം things, സകലത്തെയും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവമാണ്. God wants to restore His church ദൈവം തന്റെ സഭയെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. before His glorious return. തന്റെ മഹിമയിലുള്ള He തിരിച്ചുവരവിന് must മുമ്പായിട്ട് have His glorious bride, തനിക്ക് തേജസ്സുള്ള സഭയെ താൻ a ഒരുക്കണമെന്ന് bride ആഗ്രഹിക്കുന്നു. without spot and wrinkle. കറയും ചുളുക്കവുമില്ലാത്ത തന്റെ തേജസ്സുള്ള സഭയെ. And as God is moving towards obtaining a bride of that kind, അങ്ങനെയുള്ള ഒരു മണവാട്ടിയെ തനിക്കായി ദൈവം ഒരുക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ He സമയത്ത് is blowing His trumpet in Zion, സിയോനിൽ തന്റെ കാഹളം താൻ ഊതിക്കൊണ്ടിരിക്കുകയാണ്. making His word very clear, തന്റെ വചനം താൻ വളരെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. and He is awakening people from their sleep. ജനങ്ങളെ spiritual sleep, അവരുടെ ആത്മീയ ഉറക്കത്തിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. to move out of darkness to His light. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കടന്നു വരുന്നതിനായിട്ട്. As we heard in the beginning, ആരംഭത്തിൽ നാം കേട്ടതുപോലെ there's darkness, at the same time there's light. അന്ധകാരമുണ്ട്, അതേ സമയത്ത് വെളിച്ചവും ഉദിക്കുന്നുണ്ട്. It's a terrible day, അത് ഭയങ്കരമായ ഒരു but it's നാളാണ്. also a day where the morning spread upon the mountain. എന്നാൽ പർവ്വതങ്ങളുടെ മേൽ പ്രഭാതം ഉദിക്കുന്ന ദിവസവുമാണത്. So we see that God is at work ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. while many are asleep spiritually. അനേകർ ആത്മീയമായ ഒരു ഉറക്കത്തിലായിരിക്കുമ്പോൾ Many are being awakened by the sounding of God's trumpet, His word in this എന്നാൽ present ദൈവത്തിന്റെ time. കാഹള ശബ്ദമായ തന്റെ വചനത്താൽ അനേകർ എഴുന്നേൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Now we heard very clearly last Sunday. കഴിഞ്ഞ ഞായറാഴ്ച നാം വളരെ വ്യക്തമായി കേട്ടതുപോലെ We have been plagued with idolatrous, humanistic, distorted gospel. ഇന്ന് വന്നിട്ട് വിഗ്രഹാരാധനപരമായ മതപരമായ ഒരു വളച്ചൊടിക്കപ്പെട്ട There സുവിശേഷത്താൽ are two സഭ dynamics at നിറഞ്ഞിരിക്കുകയാണ്. work. One is a man-made idea, ഒന്ന് മനുഷ്യന്റെ ആശയങ്ങളാണ്, concerning Christ. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആശയങ്ങൾ. Another image of Christ. ക്രിസ്തുവിന്റെ മറ്റൊരു And the other one is, പ്രതിരൂപം. the second one is a religious gospel. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് മതപരമായ ഒരു Another സുവിശേഷം, gospel, which is mingled with the traditions of man. മനുഷ്യ പാരമ്പര്യങ്ങളോട് കൂട്ടിക്കലർത്തപ്പെട്ട സുവിശേഷം. Instead of the true gospel, യഥാർത്ഥ സുവിശേഷത്തിന് പകരമായിട്ട് they have interpreted it in their own way. അവർ തങ്ങളുടെ സ്വന്തം വഴികൾ ദൈവവചനത്തെ Now, I'm വ്യാഖ്യാനിച്ചു. not going to take time just to remind us of those things. ആ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിനായിട്ട് ഞാൻ സമയമെടുക്കുവാൻ Now, this താല്പര്യപ്പെടുന്നില്ല. is not going to be easy. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. We are plagued with this and we see it all around ഈ us. കാര്യത്താലാണ് നാം ബാധിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ചുറ്റിലും നമുക്ക് കാണുവാൻ കഴിയും. Paul himself had to say in his time പൗലോസ് തന്റെ സമയത്ത് ഇതിനെക്കുറിച്ച് പറയേണ്ടി വന്നു. about another Jesus. മറ്റൊരു യേശുവിനെ കുറിച്ച്. A different image of Jesus was preached in Paul's time. യേശുവിന്റെ മറ്റൊരു രൂപത്തെ അന്ന് ജനങ്ങൾ പ്രസംഗിച്ചതായിട്ട് താൻ Another പറഞ്ഞു. gospel was preached in Paul's time. മറ്റൊരു സുവിശേഷം പൗലോസിന്റെ സമയത്ത് So പ്രസംഗിച്ചതായിട്ട് താൻ it's പറഞ്ഞു. nothing new. ഇത് But today in this 21st century, we are plagued with this another gospel, another Jesus, much more than, in greater measures and dimensions than in the first ഒരു century. പുതിയ കാര്യമല്ല. 21-ാം നൂറ്റാണ്ടിൽ ആദ്യ നൂറ്റാണ്ടിലുള്ളതിന് ഉപരിയായിട്ട് ഈ കാര്യങ്ങളാൽ നാം ബാധിക്കപ്പെട്ടിരിക്കുകയാണ്. മറ്റൊരു യേശുവിനെയും മറ്റൊരു സുവിശേഷത്തെയും ഇന്ന് And we പ്രസംഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. need to know one thing very clearly. ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് The term മനസ്സിലാക്കണം. Antichrist is not against Christ, but a substitute of Christ. അന്തിക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തു അത് വന്നിട്ട് ക്രിസ്തുവിന് ഒരു The പകരക്കാരനാണ്, Antichrist എതിർക്കുന്നവനല്ല. does not mean against Christ. മസിക വിരോധ്. Yes. ക്രിസ്തുവിനെ എതിർക്കുന്നവനല്ല But it അന്തിക്രിസ്തു means ഓർ എതിർ a ക്രിസ്തു. substitute of Christ. എന്നാൽ ക്രിസ്തുവിന് പകരമായിട്ട് Yes. വരുന്ന ഒന്നാണ് ആ എതിർ ക്രിസ്തു അല്ലെങ്കിൽ Something അന്തിക്രിസ്തു. other than the true image of Christ, which is the image of God. ദൈവത്തിന്റെ As we saw. പ്രതിരൂപമായ ക്രിസ്തുവിന് പകരം മറ്റുള്ള യേശുവിന്റെ ഒരു Yes. പ്രതിരൂപമാണത്. Yes, so we are surrounded by that. അതിനാൽ നാം ചുറ്റിലും നിറഞ്ഞിരിക്കുന്ന ഒരു We have സമയമാണ്. seen it very much at length last Sunday, but I'm not
getting into that therefore. കഴിഞ്ഞ ആഴ്ച നാം ഈ കാര്യങ്ങളെ വിശദമായിട്ട് കണ്ടു, അതുകൊണ്ട് അതിലേക്ക് ഞാൻ So കടക്കുവാൻ the താല്പര്യപ്പെടുന്നില്ല. religious Babylon ബാബിലോണെ കുറിച്ച് നാം or കാണുമ്പോൾ the Babylonian church system today ആ ബാബിലോണിയൻ സഭാ preach വ്യവസ്ഥിതി another Jesus അത് മറ്റൊരു യേശുവിനാണ് and another പ്രസംഗിക്കുന്നത്, gospel. മറ്റൊരു And saints സുവിശേഷത്തെയാണ് of God, it's പ്രസംഗിക്കുന്നത്. time for us to discern the truth and live unto the truth in these നാം ഈ days. ദിവസങ്ങൾ സത്യത്തെ തിരിച്ചറിയുകയും അതുപോലെ തന്നെ സത്യത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുകയും ചെയ്യണം. We must forsake the popularity of money making and man-centered Christianity around us. മനുഷ്യനെ കേന്ദ്രിതമായ പണം ഉണ്ടാക്കുന്ന ആ ക്രൈസ്തവത്തെ നാം വിട്ട് വേർപെടണം. Yes. And we need boldness to stand for the Lord in these present times. ഈ പ്രത്യേക സമയത്ത് കർത്താവിനായി നിൽക്കുവാനുള്ള ധൈര്യം If നമുക്കുണ്ടാകും. only your spiritual eyes are open, you will be able to stand for the truth. ആത്മീയ കണ്ണുകൾ തുറന്നാൽ മാത്രമേ നമുക്ക് സത്യത്തിനായിട്ട് നിലകൊള്ളുവാൻ കഴിയുകയുള്ളൂ. Yes. Now, as I shared last ഞാൻ week, കഴിഞ്ഞ ആഴ്ച പങ്കുവച്ചതുപോലെ we can be many a time out of all the systems of man sitting here in this congregation and yet be a sympathizer of Babylon. മനുഷ്യന്റെ പഴയ വ്യവസ്ഥയിൽ നിന്ന് വെളിയെ വന്നിട്ട് ദൈവത്തിന്റെ സഭയിലായിരിക്കും നമുക്ക് തന്നെ ആ ബാബിലോണോടുള്ള ഒരു അനുതാപ മനസ്ഥിതിയോടായിരിക്കുവാൻ കഴിയും. Sympathizing with the Babylonian principles. ആ ബാബിലോണിന്റെ തത്വങ്ങളോട് അനുകരിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ഒരു സഹതാപം കാണിക്കുന്ന ഒരു ചിന്ത നമ്മൾ ഉണ്ടാകാം. Which we would call the sleeper cells of Babylon. നമ്മള് ബാബിലോണിന്റെ ഒരു സ്ലീപ്പർ സെൽ We ആകരുത്. can be sleeper cells of Babylon sitting down here in this congregation. ദൈവഭവനത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ബാബിലോണിന്റെ ഒരു സ്ലീപ്പർ സെൽ ആകാൻ പറ്റും. Now that's a very dangerous thing. അത് വളരെ ആപൽക്കരമായ ഒരു കാര്യം തന്നെയാണ്. We may not be part of that bride for which God has separated you. കർത്താവ് നമ്മെ തന്റെ ആ മഹിമയുള്ള മണവാട്ടിയുടെ ഭാഗമായിരിക്കും എന്ന് വിളിച്ചു, എന്നാൽ നാം അതിന്റെ ഭാഗമായിരിക്കില്ല. ദൈവത്തിന്റെ ഉദ്ദേശത്തിനായി ദൈവം നമ്മളെ വിളിച്ചു. And you would forfeit that purpose ആ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ നാം നഷ്ടമാക്കരുത്. because you are a sympathizer with the spirit of Babylon. ബാബിലോണിന്റെ ആത്മാവിനോട് ഒരു സഹതാപം കാണിക്കുന്നതിനാലെ ആ ഉദ്ദേശം നാം നഷ്ടമാക്കരുത്. In other words, മറ്റൊരു വിധത്തിൽ we can പറഞ്ഞാൽ be here, we can sing the songs of overcomers, നാം വിജയികളുടെ പാട്ടൊക്കെ പാടിയിട്ട് we can sing the songs of the glorious church, ആ മഹിമയുള്ള സഭയെക്കുറിച്ചുള്ള we can be in പാട്ടുകളൊക്കെ all പാടിയിട്ട് the activities of the body here, ഇവിടെയുള്ള സഭയുടെ എല്ലാ കാര്യപരിപാടികളിലും but പങ്കെടുത്തിട്ട് inwardly ആന്തരികമായി you are living by the same principles of Babylon. ആ ബാബിലോണിന്റെ തത്വത്തിനാൽ You നമുക്ക് are living ജീവിക്കുവാൻ by the കഴിയും. compromising ways of the churches around. നമ്മുടെ ചുറ്റിലുമുള്ള ആ വിട്ടുവീഴ്ചയ്ക്ക് ഒരുപ്പെടുന്ന സഭാ വ്യവസ്ഥിതിയോട് What is wrong in it? ഒന്നായി നമുക്ക് They're ജീവിക്കുവാൻ also കഴിയും. God's people. അവരും I'm not ദൈവമക്കളല്ലേ. saying anything about those things, ആ കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഒന്നും but we വിശദിച്ച് need പറയാൻ to know the ആഗ്രഹിക്കുന്നില്ല. truth. You cannot be a sleeper cell of the Babylonian system around us. നമ്മുടെ ചുറ്റിലുമുള്ള ആ ബാബിലോൺ വ്യവസ്ഥിതിയുടെ ഒരു സ്ലീപ്പർ സെല്ലായി നാം മാറരുത്. It is time to know the truth, നാം ഇത് സത്യത്തെ അറിയേണ്ട and സമയമാണ്. the truth will set you free. സത്യം തീർച്ചയായിട്ടും നമ്മളെ It is വിടുവിക്കും. time to be, courageous. നാം ധൈര്യമായിരിക്കേണ്ട സമയമാണിത്. It is time to leave behind the covetous mentality. നമ്മുടെ ആ ഭയമുള്ള ചിന്താഗതിയെ വിട്ടുകളയേണ്ട സമയമാണിത്. Many lack courage in these times. അനേകർ തങ്ങളുടെ ജീവിതത്തിൽ Many have that ധൈര്യമില്ലാത്തവരാണ്. fearful mentality, അനേകർക്കും ഭയമുള്ള ഒരു മനോഭാവമാണുള്ളത്. and therefore they become compromisers. ആകയാൽ അവർ വിട്ടുവീഴ്ചക്കാരായി മാറും. Saints of God, it is time to really turn to God and get the strength from God and stand up for the Lord and stand on God's side. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൽ നിന്ന് ശക്തി പ്രാപിച്ച് ദൈവത്തിന്റെ പക്ഷത്തിൽ നാം നിൽക്കേണ്ട സമയമാണിത്. Yes, we heard many things. നാം പല I കാര്യങ്ങളെ want to കേൾക്കുകയുണ്ടായി. remind us of those things. ഞാൻ ആ കാര്യങ്ങളുടെ വിശദാംശങ്ങളിൽ That it കടക്കുവാൻ is time താല്പര്യപ്പെടുന്നില്ല. for us to stand up as the church of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയായി നാം എഴുന്നേറ്റ് നിൽക്കേണ്ട We must സമയമാണിത്. shamelessly proclaim the gospel of the kingdom, which includes Passover, Pentecost, and the Feast of Tabernacles. ഭയമില്ലാതെ നിന്നുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന്റെ സുവിശേഷം, അതായത്
പെസഹായെ പെന്തക്കോസ്തിനെയും It's ആ time to കൂടാര declare പെരുന്നാളിനെയും the kingdom പ്രസ്താവിക്കുന്ന ആ message, which സുവിശേഷം is നാം a പ്രസംഗിക്കണം. threefold message. ആ മുഴു സുവിശേഷവും സത്യവും നാം പ്രസംഗിക്കണം. Oh, God is calling today and asking, who is on the Lord's side? കർത്താവിന്റെ പക്ഷത്തിൽ ആരുണ്ട് എന്നാണ് ദൈവം ഈ നാളുകൾ And I ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. believe it's time that we stand up on God's side. നാം കർത്താവിന്റെ പക്ഷത്തിൽ നിൽക്കേണ്ട സമയമാണിത്. So the Lord is blowing his trumpet in Zion. കർത്താവ് തന്റെ കാഹളം സിയോനിൽ As I ഊതിക്കൊണ്ടിരിക്കുകയാണ്. said, there may not be another season നമുക്ക് വേറൊരു സമയം ലഭിക്കാതിരിക്കും. like this season in God's calendar in our life. നമ്മുടെ ജീവിതത്തില് കർത്താവിന്റെ സമയമാണിത്. Yes. For this season, ഈ കാലയളവ് God is your judge, ദൈവമാണ് നിങ്ങളുടെ or ന്യായാധിപതി. he is your jury, ദൈവമാണ് നിങ്ങൾക്ക് വേണ്ടി and he വാദിക്കുന്നത്. is willing to plead with you and me despite what we are. നമ്മളുടെ ബലഹീനതകളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ദൈവം നമുക്ക് വേണ്ടി വാദിക്കുവാൻ Yes. And തയ്യാറാണ്. he is blowing his trumpet, കർത്താവ് തന്റെ കാഹളത്തെ ഊതിക്കൊണ്ടിരിക്കുകയാണ്. and he is asking who is on the Lord's side. ആരാണ് കർത്താവിന്റെ പക്ഷത്തിൽ നിൽക്കുന്നതെന്നാണ് ദൈവം നമ്മോട് Who will be ചോദിക്കുന്നത്. my army? ആര് എന്റെ സേനയുടെ Who will ഭാഗമായിരിക്കും? walk in the light? ആര് വെളിച്ചത്തിൽ നടക്കും? Yes, saints, as we heard, God is sounding his alarm. ഇതാണ് ദൈവം നമ്മോട് ചോദിക്കുന്ന ചോദ്യം. ദൈവം തന്റെ ആ കാഹളം ഊതിക്കൊണ്ടിരിക്കുകയാണ്. He is sounding his alarm on the new day. ഈ പുതിയ നാളിൽ താൻ തന്റെ കാഹള ശബ്ദത്തിലൂടെ അയ്യം And he is വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. awakening us. ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പുതിയ When വിശ്വാസത്തിലേക്ക്. we are awakened to a new faith in നാം the Lord. എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ വിശ്വാസത്തോടെയാണ് എഴുന്നേൽക്കുന്നത്. Oh, may God help ദൈവം us. നമ്മളെ സഹായിക്കുമാറാകട്ടെ. I certainly believe ഒരു കാര്യം ഞാൻ that these are വിശ്വസിക്കുന്നു. the seasons in God that he has brought us into. ദൈവം തന്റെ ഹിതത്തിൽ നമ്മെ കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. You know, as we read in the book of Isaiah, നാം യെശയ്യാ പ്രവചനത്തിൽ കാണുമ്പോൾ you know, a scripture which we know very well. നമുക്കത് വളരെ പരിചിതമായ ഒരു We have വേദഭാഗമാണ്. been there for a long time. നീണ്ട സമയം Yes, നാം Isaiah chapter 52. യെശയ്യാ പ്രവചനം 52 I'm reading അധ്യായം verse 1 to നീണ്ട 3. നാളുകൾ ഇവിടെ നിന്ന് ധ്യാനിച്ചിട്ടുണ്ട് നാം. Awake, awake, put on thy strength, O Zion. Put on thy beautiful garments, O Jerusalem, the holy city, for henceforth there shall no more come unto thee uncircumcised and the unclean. സിയോനെ ഉണരുക ഉണരുക, നിന്റെ ബലം ധരിച്ചു കൊള്ളുക. വിശുദ്ധ തകരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചു കൊള്ളുക. ഇനി മേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. Shake thyself from the dust, arise and sit down, O Jerusalem. Loose thyself from the bands of thy neck, O captive daughter of Zion. പൊടി കുടഞ്ഞു കളക യെരൂശലേമേ, എഴുന്നേറ്റിരിക്കുക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളക. Yes. For thus saith the Lord, ye have sold yourself for naught, and ye shall be redeemed without money. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. Now this is the season of God for God's people. ദൈവജനങ്ങൾക്കായിട്ടുള്ള ദൈവത്തിന്റെ കാലയളവാണിത്. Ye have sold yourself for nothing, നിങ്ങളെ and ye shall be redeemed without money. വില വാങ്ങാതെ നിങ്ങളെ വിറ്റുകളഞ്ഞു, വില കൊടുക്കാതെ The നിങ്ങളെ time വീണ്ടുകൊള്ളും. of God is come. ദൈവത്തിന്റെ സമയം വന്നു കഴിഞ്ഞു. And so the Lord is telling her ദൈവം അവളോട് പറയുന്നത്, that you rise up, നീ എഴുന്നേൽക്കുക, you shake up yourself. നിന്റെ പൊടി നീ കുടഞ്ഞു കളക. In other words, the Lord says, I am your judge, ഞാനാണ് നിന്റെ ന്യായാധിപതി, I am your jury, ഞാനാണ് നിനക്ക് വേണ്ടി വാദിക്കുന്നത്, I will plead with you. ഞാൻ നിനക്ക് വേണ്ടി You വാദിക്കും. know, this was the time of God. It's for her to rise up. ഇത് അവൾക്ക് എഴുന്നേൽക്കുവാനുള്ള ദൈവത്തിന്റെ സമയമാണ്. When we read the book of Ephesians എഫേസ്യ ലേഖനം നാം വായിക്കുമ്പോൾ and chapter 5 5-ാം അധ്യായം and verse 14, 14-ാം വാക്യം, wherefore he saith, awake thou that sleepest, and arise from the dead, and Christ shall give thee light. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും എന്ന് ചൊല്ലുന്നു. Yeah, further. Yes.
So here we see again God's word in the new covenant. പുതിയ നിയമത്തിലുള്ള ദൈവത്തിന്റെ വചനത്തെയാണ് നാം ഇവിടെ കാണുന്നത്. Rise out of your sleep, നിന്റെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുക, and Christ shall give thee light. ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. So we see, in these chapters, ഈ അധ്യായങ്ങൾ നാം കാണുമ്പോൾ the Lord telling them to arise. ദൈവം അവരോട് എഴുന്നേൽക്കുവാൻ പറയുന്നു. When God wakes his people, ദൈവജനത്തെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ, when he awakens them, അവരെ എഴുന്നേൽപ്പിക്കുമ്പോൾ he wants them to walk in a new faith. ഒരു പുതിയ വിശ്വാസത്തോടെ അവർ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. As we heard last week, കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ he is awakening us to a new faith. ദൈവം ഒരു പുതിയ വിശ്വാസത്തിലേക്കാണ് നമ്മളെ എഴുന്നേൽപ്പിക്കുന്നത്. And how that faith is coming to ആ us, വിശ്വാസം എങ്ങനെയാണ് വരുന്നത്? as we have heard നാം കേട്ടിട്ടുള്ളത് പോലെ from the book of Romans chapter 10 verse 17, റോമാലേഖനം 10:17 വാക്യത്തിൽ faith പറയുന്നത് cometh by പോലെ hearing, കേൾക്കുന്നതിലൂടെ and വിശ്വാസം hearing by വരുന്നു. the word of God. കേൾക്കുന്നത് As we ദൈവവചനത്തിലൂടെ വരുന്നു. hear the trumpet call, കർത്താവിന്റെ ആ കാഹള ശബ്ദം നാം and we കേൾക്കുമ്പോൾ, are awakened. നാം ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ, Remember, we are awakened to a new faith through the word that has come into our അപ്പോൾ lives. നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന ആ ദൈവ വചനത്തിന്റെ ഒരു പുതിയ വിശ്വാസത്തിലാണ് നാം എഴുന്നേൽക്കുന്നത്. Yes, despite the fact that the path before us is not always plain. നമുക്ക് മുമ്പിലുള്ള പാത നിരപ്പായതല്ല എന്ന വസ്തുത ഉണ്ടെങ്കിൽ തന്നെയും, Despite the fact that the path before us is not very easy and plain, the Lord says that we need to walk by faith in this new day. നമ്മുടെ മുമ്പിലുള്ള പാത നിരപ്പായതും എളുപ്പമായതും അല്ലെങ്കിൽ തന്നെയും വിശ്വാസത്തോടെ നാം മുൻപോട്ട് നടക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Remember, it is still dark out there. വലിയ അന്ധകാരമാണെന്ന് നാം മനസ്സിലാക്കണം. It is still dark out there. വെളിയിൽ അന്ധകാരമാണ്. But those whose ears are open എന്നാൽ കാതുകൾ തുറന്നവർ to hear the word of the Lord, ദൈവത്തിന്റെ വചനത്തെ കേൾക്കുന്നതിനായിട്ട്, and those whose eyes are open to see what they have been called to. അവരെ ദൈവം എന്തിനായി വിളിച്ചു എന്ന് കാണുന്നതിനായി കണ്ണുകൾ തുറന്നവർക്ക്, In other words, those who are apprehended that the Lord has apprehended them for Zion, ദൈവം സിയോനായിട്ട് അവരെ പിടിച്ചിരിക്കുന്നെന്ന് മനസ്സിലാക്കിയവർക്ക്, they will move on. അവർ മുൻപോട്ട് പോകും. They will move on courageously. അവർ ധൈര്യത്തോടെ മുൻപോട്ട് പോകും. Now listen carefully. ശ്രദ്ധയോടെ കേൾക്കുക. It is still darkness. വെളിയെ ഇപ്പോഴും അന്ധകാരമാണ്. Amen. It is still darkness. അന്ധകാരമാണ് വെളിയെ. And yet the light is coming. എന്നാൽ വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നു. It's darkness yet a time of dawn. അന്ധകാരം നിറഞ്ഞ സമയമാണ്, എങ്കിലും പ്രഭാതം ഉദിക്കുന്ന സമയവുമാണ്. So those who have been apprehended, ദൈവത്താൽ പിടിക്കപ്പെട്ടവർ, and those who have apprehended the purpose of ദൈവത്തിന്റെ God, ഉദ്ദേശത്താൽ പിടിക്കപ്പെട്ടവർ, ദൈവ ഉദ്ദേശത്തെ പിടിച്ചവർ, under this great purpose of God, ഈ വലിയ ദൈവിക ഉദ്ദേശം, they are courageous. അവർ ധൈര്യമുള്ളവരാണ്. Yes, they are courageously moving, അവർ ധൈര്യത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. saying that, Lord, I hear your sound. കർത്താവേ, ഞാൻ അങ്ങയുടെ I ശബ്ദത്തെ hear കേൾക്കുന്നു, your voice. ഞാൻ അങ്ങയുടെ ശബ്ദത്തെ ശ്രവിക്കുന്നു. And you have called me to that fullness in എന്നെ Christ. ക്രിസ്തുവിലുള്ള പൂർണ്ണതയിലേക്കാണ് അങ്ങ് വിളിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Saints, they will move courageously. അവർ ധൈര്യത്തോടെ മുൻപോട്ട് പോകും. Despite it is still darkness. ചുറ്റും അന്ധകാരം ഉണ്ടെങ്കിൽ You തന്നെയും, understand what I'm saying? എന്താണ് പറയുന്നത് Despite മനസ്സിലാകുന്നുണ്ടോ? it is still dark, ചുറ്റിലും അന്ധകാരം നിറഞ്ഞിരിക്കുകയാണ്. they see the rays of the sun. അങ്ങനെയാണെങ്കിൽ തന്നെയും ആ സൂര്യത്തിന്റെ കിരണങ്ങളെ അവർ കാണുന്നുണ്ട്. Because they have been apprehended by God. ദൈവത്താൽ അവർ പിടിക്കപ്പെട്ടതാണ് അതിന്റെ കാരണം. And as Paul says that he also apprehended of those things. ദൈവം ഏതിനാൽ അവരെ പിടിച്ചു, അതിനാൽ നാമും പിടിക്കപ്പെടണം എന്നാണ് പൗലോസ് our പറയുന്നത്. condition. ഇതാണ് If നമ്മുടെ that is അവസ്ഥ, our position, ഇതാണ് നമ്മുടെ ആ നില. then saints, we will move courageously. നാം ധൈര്യത്തോടെ മുൻപോട്ട് പോകണം. Oh, may God help us. ദൈവം നമ്മളെ Maybe I can സഹായിക്കുമാറാകട്ടെ. explain a little more as we move on. നാം മുൻപോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ ഇനിയും ദൈവം വ്യക്തമാക്കും. One thing that I want to bring to your notice is ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രഥമമായി കൊണ്ടുവരുവാൻ God's താല്പര്യപ്പെടുന്ന day കാര്യം, begins in the evening. We saw that. ദൈവത്തിന്റെ നാൾ ആരംഭിക്കുന്നത് സായാഹ്നത്തോടെയാണ്. For us, we know that day begins with
morning. നമുക്ക് നാൾ ആരംഭിക്കുന്നത് But പ്രഭാതത്തോടെ. for God, his day begins in the evening. എന്നാൽ ദൈവത്തിന്റെ നാൾ ആരംഭിക്കുന്നത് Let us see that സായാഹ്നത്തോടെ. once again from the book of Genesis. നാം അത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. Genesis chapter 1. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം. And this is very important. Yes. ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. Genesis chapter 1. 1-ാം അധ്യായം And we will read verse 5. 5-ാം വാക്യം. And God called the light day, and darkness he called night. And the evening and the morning were the first day. ദൈവം വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രി എന്ന് പേരിട്ടു. സന്ധ്യയായി ഉഷസ്സുമായി ഒന്നാം ദിവസം. So in Genesis, ഉൽപ്പത്തി പുസ്തകം we see the seed plot of the entire Bible. ദൈവവചനത്തിന്റെ ആ വിത്ത് വിതയ്ക്കുന്ന ആ വിധാനത്തെയാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത്. Yes. The entire Bible we can see here. ഇവിടെ നമുക്ക് മുഴുവൻ വേദപുസ്തകത്തിന്റെ ആരംഭത്തെ കാണുവാൻ കഴിയും. Genesis. അങ്ങനെ പല കാര്യങ്ങളും ഉൽപ്പത്തി പുസ്തകം നാം It's കാണുന്നുണ്ട്. the book of the beginnings of God. അത് ദൈവത്തിന്റെ ആരംഭത്തിന്റെ പുസ്തകമാണ്. All right. So we see here the evening and the morning. ഇവിടെ സന്ധ്യയായി ഉഷസ്സുമായി എന്ന് നാം കാണുന്നു. And this is repeated 5 more times in the scripture. വീണ്ടും 5 പ്രാവശ്യം ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. Verse 13 again. 13-ാം വാക്യത്തിൽ And the കാണുന്നു. evening and the morning were the third day. സന്ധ്യയായി ഉഷസ്സുമായി 3-ാം ദിവസം. Yes. Verse 8, sorry, I missed out verse 8. 8-ാം വാക്യം. And the evening and the morning were the second day. സന്ധ്യയായി ഉഷസ്സുമായി 2-ാം ദിവസം. Yes, verse 19. 19-ാം And വാക്യം. the evening and the morning were the third day. സന്ധ്യയായി ഉഷസ്സുമായി 4-ാം ദിവസം. Verse 23. 23-ാം വാക്യം. And the evening and the morning were the fifth day. സന്ധ്യയായി ഉഷസ്സുമായി 5-ാം ദിവസം. And verse 31. 31-ാം അധ്യായം. And the evening and the morning were the sixth day. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. And God's principle is very clear. ദൈവത്തിന്റെ തത്വം വളരെ വ്യക്തമാണ്. That God's day begins in the evening and ends in the morning. ദൈവത്തിന്റെ നാൾ ആരംഭിക്കുന്നത് സന്ധ്യയോടാണ്, അത് പ്രഭാതത്തിലാണ് അവസാനിക്കുന്നത്. And we know that many people do not have the understanding of this principle. ഈ ദൈവത്തിന്റെ തത്വത്തെക്കുറിച്ച് പലർക്കും ഗ്രാഹ്യമില്ല. Yes. And now we see in the book of Romans റോമാലേഖനത്തിൽ നാം കാണുമ്പോൾ and chapter 13. റോമാലേഖനം അതിന്റെ 13-ാം അധ്യായം And verse 11. അതിന്റെ 11-ാം വാക്യം. Which scripture we know very well. ഇത് നമുക്ക് വളരെ പരിചിതമായ And വേദഭാഗമാണ്. that knowing the time, that now is the high time to awake out of sleep, for now is our salvation nearer than when we believe. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം The അടുത്തുമിരിക്കുന്നു. night is far spent. രാത്രി കഴിവാറായി, The day is at പകൽ hand. അടുത്തിരിക്കുന്നു. Let us therefore cast off the works of darkness and let us put on the armor of light. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം ധരിച്ചുകൊള്ളുക. So we see that the Lord is sounding his trumpet, ദൈവം തന്റെ കാഹളം ഊതിക്കൊണ്ടിരിക്കുകയാണ്. that the day of the Lord is come. കർത്താവിന്റെ നാൾ വന്നു കഴിഞ്ഞു. The day of the Lord has dawned. കർത്താവിന്റെ നാൾ ഉദിച്ചു കഴിഞ്ഞു. So the Lord's day is evening to the morning. സന്ധ്യയിൽ നിന്നും പ്രഭാതം വരെയുള്ളതാണ് ദൈവത്തിന്റെ നാൾ. Yeah, evening, the Lord's day begins with the evening. സന്ധ്യയോടാണ് ദൈവത്തിന്റെ നാൾ ആരംഭിക്കുന്നത്. So there is darkness, ആ but സന്ധ്യയിൽ then comes the ഇരുട്ടുണ്ട്, morning. അതുപോലെ തന്നെ So പ്രഭാതത്തിൽ that is the വെളിച്ചവുമുണ്ട്. day according to the Lord. കർത്താവിന്റെ ആ തത്വം അനുസരിച്ച് അതാണ് ഒരു And നാൾ. that day of the Lord is dawning upon God's ആ people. കർത്താവിന്റെ നാൾ ദൈവത്തിന്റെ ജനത്തിന്റെ മേൽ So ഉദിച്ചുകൊണ്ടിരിക്കുന്നു. on one side there's darkness. ഒരു ഭാഗത്ത് അന്ധകാരമുണ്ട്. Do you understand what I'm saying?
So the day of the Lord has dawned upon his church. കർത്താവിന്റെ നാൾ ദൈവത്തിന്റെ ജനങ്ങളുടെ മേൽ One ഉദിച്ചിരിക്കുകയാണ്. day ദൈവത്തിന്റെ with the സഭയുടെ Lord മേൽ is as ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. 1,000 years, as we read in the book of 2 Peter chapter 3. 2 പത്രോസ് 3-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തിന് ഒരു നാൾ 1000 സംവത്സരം പോലെയാണ്. And we have heard, we have seen it again and again that we are living in the 7th day from Adam. ആദാമിൽ നിന്നും 7-ാം നാളിലാണ് നാം And we are ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. living in the 3rd day from Jesus. കർത്താവായ യേശുവിൽ നിന്നും 3-ാം നാളിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. You know, over all the earth, ഭൂമി മുഴുവനും for his remnant church, തന്റെ ശേഷിപ്പായ സഭയ്ക്ക് we need to realize we are living in a new day. നാം ഒരു പുതിയ നാളിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. And so the word of the Lord to his church is, തന്റെ സഭയോടുള്ള ദൈവത്തിന്റെ വചനം as we read in Isaiah chapter 60 and verse 1, യെശയ്യാ 60-ാം അധ്യായം അതിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ, arise and shine, for thy light is come. Amen. എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ വെളിച്ചം വന്നിരിക്കുന്നു. Yes, arise because thy light is come. എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ വെളിച്ചം Darkness and വന്നിരിക്കുന്നു. gross darkness, but your light is come. So saints, is something we must understand. ഇത് നാം മനസ്സിലാക്കണം. It is still dark out there. ചുറ്റിലും അന്ധകാരമുണ്ട്. Amen. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും Or I am മൂടുന്നുണ്ട്. lost, I am going somewhere and you are all somewhere else. ഞാൻ ഒരു ദിശയിൽ നീങ്ങുന്നു, നിങ്ങൾ വേറെ ദിശയിലാണോ? How are we? എങ്ങനെയാണ്? Praise the Lord. I think I have to get into an interaction with you guys. ഇപ്പോൾ നിങ്ങളോട് ഒരല്പം സംസാരിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. Are we hearing God? ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? Why not? We can always say yes. എന്ന് പറയുന്നത് ലളിതമാണ്. Listen. ശ്രദ്ധമായിട്ട് You know, so കേൾക്കുക. when we talk about the day, നാളിനെ കുറിച്ച് the സംസാരിക്കുമ്പോൾ day of the Lord, ആ കർത്താവിന്റെ നാളിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ evening and morning is the day with the Lord. കർത്താവിന്റെ നാൾ സന്ധ്യയോടും പ്രഭാതത്തോടുമാണ് So there is ആരംഭിക്കുന്നത്, darkness. അവസാനിക്കുന്നു. And there is light. അന്ധകാരമുണ്ട്, അതേ Let's just സമയത്ത് turn to വെളിച്ചവുമുണ്ട്. Isaiah chapter. I know you know it, but somehow turn to that. Isaiah 61. Sorry, 60. യെശയ്യാവ് 60-ാം അധ്യായം 60 and 1. 1-ാം Arise വാക്യം. and shine, for thy light is come, and the glory of the Lord is risen upon thee. And then he says, for behold, darkness shall cover the earth, gross darkness the people, but the Lord has risen upon thee, and his glory shall be seen upon thee. Amen. എഴുന്നേറ്റ് All പ്രകാശിക്കുക, things are happening. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. Yes. യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജാതികളെയും മൂടുന്നു. നിന്റെ മേലോ Yes. യഹോവ ഉദിക്കും, അവന്റെ തേജസ്സും നിന്റെ മേൽ പ്രത്യക്ഷമാകും. Yes. Are you with me? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? All right. So it is still dark out there. ചുറ്റിലും അന്ധകാരമാണ്. It is still dark out ചുറ്റിലും there. അന്ധകാരമാണ്. So we do not know many things clearly. ആകയാൽ പല കാര്യങ്ങൾ നമുക്ക് വ്യക്തമല്ല. But you see the rays of the sun. എന്നാൽ ആ സൂര്യകിരണങ്ങൾ നമുക്ക് കാണാൻ The rays of കഴിയുന്നുണ്ട്. the new day. ഒരു പുതിയ നാളിന്റെ കിരണങ്ങൾ നമ്മിലേക്ക് പതിക്കുന്നുണ്ട്. Yes, do you understand what I'm ഞാൻ saying? പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? It is still dark out വലിയ there. ഇപ്പോഴും അന്ധകാരമുണ്ട്. We do not know many things very, very പല clearly. കാര്യങ്ങളും നമുക്ക് വ്യക്തമായി അറിയില്ല. Yes. But thy light is come. എന്നാൽ നിങ്ങളുടെ പ്രകാശം And therefore you arise. ആകയാൽ നിങ്ങൾ What എഴുന്നേൽക്കുക. does that mean? അതിന്റെ അർത്ഥം എന്താ? Only those who passionately love the Lord, കർത്താവിനെ വളരെ ശക്തമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമേ, you know, those who passionately know in their hearts they have been saved unto God for a purpose. കർത്താവിനായി ഒരു ഉദ്ദേശത്തോടെയാണ് രക്ഷിക്കപ്പെടുന്നവരെന്ന് മനസ്സിലാക്കുന്നവർക്ക് മാത്രം. They passionately know this by the Spirit in their hearts. ഇത് ദൈവത്തിന്റെ ആത്മാവിനാൽ തങ്ങളുടെ ഹൃദയത്തിൽ ശക്തമായി അവർ They have been മനസ്സിലാക്കും. saved and called according to His purpose. തന്റെ ഉദ്ദേശപ്രകാരമാണ് അവർ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, They who know വിളിക്കപ്പെട്ടിരിക്കുന്നത് അവർ passionately in their മനസ്സിലാക്കും. spiritual man that there is a destiny, there is an inheritance unto which God saved them. അവരുടെ ആന്തരിക മനുഷ്യൽ ദൈവം അവരെ രക്ഷിച്ചത് ഒരു ലക്ഷ്യത്തിനായിട്ടാണ്, ഒരു അവകാശത്തിനായിട്ടാണെന്ന് They will അവർക്കറിയാം. trust the Lord.
അവർ ദൈവത്തിൽ ആശ്രയിക്കുന്നു. They will trust the അവർ Lord ദൈവത്തിൽ ആശ്രയിക്കും. because it's still dark out there. വെളിയിൽ അന്ധകാരമായാലും അവർ ദൈവത്തിൽ It is ആശ്രയിക്കും. still dark. വെളിയിൽ അന്ധകാരം Many നിറഞ്ഞിരിക്കും. things are not yet പല clear. കാര്യങ്ങളും വ്യക്തമല്ല. But എന്നാൽ they know passionately in their spiritual man the purpose of their salvation. എന്നാൽ അവരുടെ ആന്തരിക മനുഷ്യർ അവർക്ക് ശക്തമായി അറിയാം അവരുടെ Hallelujah. രക്ഷയുടെ They ഉദ്ദേശം. know their destiny in Christ Jesus. ക്രിസ്തുവിലുള്ളവരുടെ ലക്ഷ്യം എന്താണെന്ന് അവർക്കറിയാം. And because of that, അതുകൊണ്ട് they will trust the Lord കർത്താവിൽ അവർ ആശ്രയിക്കും. and continue to walk towards Him തുടർന്ന് കർത്താവിന്റെ അടുക്കലേക്ക് അവർ നീങ്ങും. and will walk with Him. കർത്താവിന്റെ കൂടെ അവർ നീങ്ങും. Though they may not have answers for many things in their പല lives. കാര്യങ്ങൾക്കും അവർക്ക് ഉത്തരമില്ലെങ്കിൽ Hallelujah. തന്നെയും Amen. Though you have no answer for many questions. പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരമില്ലെങ്കിൽ തന്നെ Because it's still dark out there. എന്തുകൊണ്ടെന്നാൽ വെളിയിൽ അന്ധകാരം Many നിറഞ്ഞിരിക്കണം. things you do not know yet. പല കാര്യങ്ങളും വ്യക്തമായി നമുക്കറിയില്ല. But you know passionately in your spiritual man that God called you and saved you unto an inheritance, unto a destiny. എന്നാൽ ശക്തമായി നമ്മുടെ ആന്തരിക മനുഷ്യൻ നമുക്ക് ഒരു കാര്യം അറിയാം. Yes. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു രക്ഷത്തിനായിട്ടാണ്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരു അവകാശത്തെ അവകാശമാക്കുന്നതിനായിട്ടാണ്. They will trust the അവർ Lord ദൈവത്തിൽ ആശ്രയിക്കും to walk forward മുൻപോട്ട് പോകുന്നതിനായിട്ട്, towards Him കർത്താവിങ്കിലേക്ക് and നീങ്ങുന്നതിനായിട്ട്, therefore thus with Him. കർത്താവിന്റെ കൂടെ നീങ്ങുന്നതിനായിട്ട്. Yes. Though they do not know many things yet. പല കാര്യങ്ങളും അവർക്ക് വ്യക്തമായി And അറിയില്ലെങ്കിൽ തന്നെ, they do not have answers to many പല questions. ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ലെങ്കിൽ തന്നെ. Amen. Amen. Now that's something that you need to check yourself. അത് നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിക്കേണ്ട ഒരു It കാര്യം. is dark out there. വലിയ അന്ധകാരമാണ്, Things are not very clear. വലിയ കാര്യങ്ങൾ വ്യക്തമല്ല, You have no answers to many പല things. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. But do you have that passionate love for God and the salvation in Christ Jesus? കർത്താവായ യേശുക്രിസ്തുവിനായിട്ട് ഈ രക്ഷയ്ക്കായിട്ടുമുള്ള ശക്തമായ ഒരു സ്നേഹം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? And therefore, are you walking forward? ആകയാൽ നിങ്ങൾ മുൻപോട്ട് Or you are നീങ്ങുന്നുണ്ടോ? standing in fear and doubt അതോ ഭയത്തിലും സംശയത്തിലും നിങ്ങൾ compromise? നിൽക്കുകയാണ്? and getting into the mixture of Babylon? ആ ബാബിലോണിന്റെ മിശ്രിത അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുകയാണോ അതോ നിങ്ങൾ മുൻപോട്ട് നീങ്ങുകയാണ്? Or you're moving forward? When you move forward, you will find Him. നാം മുൻപോട്ട് നീങ്ങുമ്പോൾ And you will കർത്താവിനെ walk നാം with കണ്ടെത്തും. കർത്താവിന്റെ കൂടെ നാം Though നടക്കും. you have no answer for many പല things. ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരമില്ലെങ്കിൽ തന്നെ. Having said that, saints of അത് God, പറഞ്ഞു കഴിഞ്ഞിട്ട് let me tell you one important ഒരു thing. പ്രധാന കാര്യം ഞാൻ നിങ്ങളോട് പറയാം. The day of the Lord is not measured by chronological time. കർത്താവിന്റെ നാള് വന്നിട്ട് അത് കാലയളവ് കൊണ്ട് കണക്കാക്കാവുന്ന ഒന്നല്ല. The day of the Lord is not measured by chronological time. അതൊരു കാലയളവിനാലെയോ അല്ലെങ്കിൽ ഒരു 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 കാലഘട്ടത്തിനോട് ബന്ധപ്പെടുത്തി You മനസ്സിലാക്കാവുന്ന ഒന്നല്ല. understand that? Chronological time. Tomorrow is 26th ഇങ്ങനെ January. ഒരു 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 പടിപടിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ല കർത്താവിന്റെ നാൾ. You cannot measure the day of the Lord in a chronological time frame. ആ ക്രോണോളജിക്കൽ സമയപരിധിയിൽ ദൈവത്തിന്റെ നാളിനെ നമുക്ക് അളക്കുവാൻ കഴിയുകയില്ല. Yes. Yes. His day and His anointing കർത്താവിന്റെ നാളും കർത്താവിന്റെ അഭിഷേകവും is like the golden candlestick in the tabernacle of Moses. അത് ആ മോശയുടെ സമാഗമന കൂടാരത്തിലുണ്ടായിരുന്ന പൊൻനിലവിളക്കിനെ പോലെയാണ്. Now, why do I refer that? എന്തുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് When പറയുന്നത്? you look at the furniture in the tabernacle, most of the furniture in the tabernacle of Moses, ആ മോശയുടെ സമാഗമനത്തിലുള്ള എല്ലാ ഉപകരണങ്ങളെയും നോക്കുമ്പോൾ and they all had measurements. അതിനെല്ലാം വന്നിട്ട് But, അളവുകൾ let's ഉണ്ടായിരുന്നു. just come to Exodus നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ chapter 25. 25-ാം അധ്യായം Verse 31. അതിന്റെ 31-ാം വാക്യം. Verse 31. We will not read in Hindi for want of time. And thou shalt മലയാളത്തിൽ make നമ്മൾ a വായിക്കത്തില്ല. candlestick of pure gold of beaten work shall the candlestick be made.
his shaft and his branches, his balls and knobs, and his flowers shall be of the same. And 6 branches shall come out of the sides of it, 3 branches of the candlestick out of the one side, and 3 branches of the candlestick out of the other side. And it goes on. But in all that you read from that verse onwards, down all the verses to verse 40, 31 40 വരെയുള്ള വചനങ്ങൾ you തുടർന്ന് നാം never വായിക്കുമ്പോൾ find a measurement. ഈ നിലവിളക്കിന് മാത്രം അളവൊന്നും നൽകിയിരുന്നില്ല. The candlestick has got no measurement. ഈ പൊൻ നിലവിളക്കിന് അളവൊന്നുമില്ല. Now that is the wisdom of അത് God. ദൈവത്തിന്റെ ജ്ഞാനമാണ്. And it says here, and look that thou, verse 40, and look that thou make them after their pattern which was shewed thee in the mount. That's all. പർവ്വതത്തിൽ കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചുകൊള്ളണം. Yes, but as you read through these verses, എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഈ വാക്യങ്ങളെല്ലാം നാം like വായിക്കുമ്പോൾ other furniture, മറ്റുള്ള we don't ഉപകരണങ്ങൾക്ക് see എല്ലാ any അളവുകളുണ്ടായിരുന്നു. measurement given to the golden എന്നാൽ lampstand. പൊൻ നിലവിളക്കിനെ സംബന്ധിച്ചിടത്തോളം Or ദൈവം candlestick. അളവൊന്നും നൽകിയില്ല. So this glorious lampstand, golden lampstand, had no specific measurement. ഈ മഹിമയുള്ള പൊൻ നിലവിളക്കിന് അളവുകളൊന്നും ഇല്ലായിരുന്നു. No, that's very, very, very precious and very interesting. അത് വിലയേറിയതും വളരെ താല്പര്യമുളവാക്കുന്ന ഒരു It's കാര്യമാണ്. because, the golden lampstand talks about the anointing. ആ പൊൻ നിലവിളക്ക് കുറിക്കുന്നത് അഭിഷേകത്തെയാണ്. Jesus, the word was made flesh, ഈ വചനം ജഡമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു and he clothed himself with time. താൻ സമയത്താൽ He തന്നെ came അണിഞ്ഞുകൊണ്ടു. from a place where there is no time. സമയമില്ലാത്ത ഒരു മണ്ഡലത്തിൽ നിന്നാണ് താൻ വന്നത്. Jesus, the word, was made flesh വചനം ജഡമായി തീർന്നു. and clothed himself with time എന്നിട്ട് ഈ സമയത്താൽ തന്നെ and താൻ became the അണിയിച്ചു. light of the world. ഈ ലോകത്തിലേക്ക് താൻ വന്നു. Yes. We read that in the book of John 1 John, sorry, not 1 John, John 1. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് നാം വായിക്കുന്നു. Yes. Verse 14. 14-ാം വാക്യം. And the word was made flesh and dwelt among us, and we beheld his glory, the glory as of the only begotten of the Father, full of grace and truth. വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. Chapter 8. 8-ാം അധ്യായം And verse 12. 12-ാം വാക്യം. Then spake Jesus again unto them, saying, I am the light of the world. He that followeth me shall not walk in darkness, but shall have light of life. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവന്റെ No, വെളിച്ചമുള്ളവനാകുമെന്ന് you പറഞ്ഞു. cannot measure light. വെളിച്ചത്തെ നമുക്ക് അളക്കുവാൻ കഴിയില്ല. We need to understand ഇത് this. നാം മനസ്സിലാക്കണം. And not only that, in John chapter 3, യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം John chapter 3 and verse അതിന്റെ 34. 34-ാം വാക്യം. Yes. For he whom God hath sent speaketh the words of God, for God giveth not the Spirit by measure unto him. ദൈവം അയച്ചവൻ measure ദൈവത്തിന്റെ for വചനം the പ്രസ്താവിക്കുന്നു. anointing. Amen. അവൻ ആത്മാവിനെ There's no അളവ് measurement കൂടാതെയല്ലോ for the കൊടുക്കുന്നത്. Yes. Amen. Yes. So there are things in God which cannot be measured. ദൈവത്തിൽ അളക്കുവാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട്. So the day of the Lord is like the candlestick. You cannot measure chronologically the day of the Lord. കർത്താവിന്റെ നാൾ ആ പൊൻനിലവിളക്ക് പോലെ അളവില്ലാത്തതാണ്. കാലക്രമം കൊണ്ടൊന്നും അതിനെ നമുക്ക് Yes, ഗ്രഹിക്കുവാൻ his കഴിയില്ല. anointing is timeless. അത് വന്നിട്ട് As we കാലാതീതമാണ്. read in Hebrews chapter 3 and verse 13 and verse 8. നാം എബ്രായ ലേഖനം 13-ാം 13 അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ വായിക്കുന്നത് പോലെ Jesus Christ is the same yesterday, today, and
forever. കർത്താവ് യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നെന്നും So അനന്യനാകും. his anointing is timeless. കർത്താവിന്റെ ആ അഭിഷേകം അത് So we need to know that the സമയാതീതമാണ്. day of the Lord is not measured by chronological time. It's like the golden candlestick. There is no way it can say here and here. കർത്താവിന്റെ നാളിനെ കാലക്രമം കൊണ്ടൊന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയില്ല. അത് ആ പൊൻനിലവുകളൊക്കെ പോലെയാണ്. അത് Saints of God, അളവിന് it's very അതീതമാണ്. important for us to know. ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് നമുക്ക് പറയുവാൻ There കഴിയില്ല. are times and seasons in God, കർത്താവിൽ സമയങ്ങളും and we കാലയളവുകളും cannot put it into into chronological ആ time. കാലങ്ങളെ ഒരു കാര്യക്രമത്തിൽ നമുക്ക് ഉൾപ്പെടുത്തുക കാലക്രമത്തിൽ നമ്മൾ according to ഉൾപ്പെടുത്തുക his own സാധ്യമല്ല. wisdom. അത് കർത്താവ് തന്റെ And ജ്ഞാനത്തിൽ according to his own തീരുമാനിച്ചിട്ടുള്ള word. കാര്യങ്ങളാണ്. Yes, so that's very important. അത് വളരെ പ്രാധാന്യം But അറിയിക്കുന്നു. one thing let me tell you, saints, എന്നാൽ ഒരു കാര്യം വിശുദ്ധന്മാരെ ഞാൻ നിങ്ങളോട് പറയട്ടെ. the 21st century is crucial and strategic. 21-ാം നൂറ്റാണ്ട് ദൈവത്തിന്റെ സഭയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണമായ ഒരു സമയമാണ്. അതുപോലെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു സമയമാണ്. Critical. സങ്കീർണമായ ഒരു സമയമാണ്. Critical. 21st century for the church is very critical. കർത്താവിന്റെ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ 21-ാം നൂറ്റാണ്ട് ഒരു സങ്കീർണ സമയമാണ്. And also strategic. അത് അതുപോലെ തന്നെ For your salvation is nearer than you first believed. തന്ത്രപരമായ ഒരു സമയവുമാണ്. എന്തുകൊണ്ടെന്നാൽ രക്ഷ നമ്മൾ വിശ്വസിച്ച The day സമയത്തേക്കാൾ of ഇപ്പോൾ his നമ്മുടെ അടുത്തിരിക്കുന്നു. coming is drawing nigh. കർത്താവിന്റെ മടങ്ങിവരവ് സമീപിച്ചിരിക്കുന്നു. So we need to know that it's critical and strategic. അതുകൊണ്ട് ഈ സമയം വളരെ സങ്കീർണവും തന്ത്രപരവുമാണ്. Yes, what do you mean by strategic? തന്ത്രപരം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം If എന്താണ്? you look at the word strategic തന്ത്രപരം എന്ന് പറയുന്ന ആ in വാക്കിന്റെ അർത്ഥം plain English, it would mean helping us to achieve a time where we can achieve things. കാര്യങ്ങളെ നമ്മളുടെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണത്. Giving us the advantage. നമുക്ക് ഒരു ലാഭം നൽകുന്ന സമയമാണിത്. Yes. Giving us the advantage. നമുക്കൊരു ലാഭം ഉണ്ടാകുന്ന സമയമാണ്. 21st century is very strategic for the church. കർത്താവിന്റെ സഭയെ സംബന്ധിച്ചിടത്തോളം 21-ാം നൂറ്റാണ്ട് തന്ത്രപരമായ ഒരു Helping us to സമയമാണ്. achieve what God has promised the church. സഭയ്ക്ക് വേണ്ടി ദൈവം വാഗ്ദത്തം ചെയ്ത കാര്യങ്ങളെ കൈവരിക്കുന്ന സമയമാണ്. It's strategic, giving us the advantage. നമുക്ക് ആ ലാഭത്തെ ദൈവം നൽകുന്ന The സമയമാണ്. favors of God. ദൈവത്തിന്റെ കരുണയുടെ സമയമാണിത്. As the Lord said unto Jerusalem, യെരൂശലേമിനോട് and കർത്താവ് the പറഞ്ഞതുപോലെ, daughters of Zion, സിയോനോട് കർത്താവ് the time പറഞ്ഞതുപോലെ, to favor is come. അവൾക്ക് ദയ കാണിക്കേണ്ട So സമയം remember, വന്നിരിക്കുന്നു. this is not only critical but also a strategic time for the church of Jesus Christ. ഈ സമയം സഭയെ സംബന്ധിച്ചിടത്തോളം സങ്കീർണതമായ മാത്രമല്ല തന്ത്രപരമായ ഒരു സമയവുമാണ്. Helping us to achieve what God has called us in. ദൈവം എന്തിനായി നമ്മളെ വിളിച്ചു അത് നാം കൈവരിക്കുന്ന ഒരു Giving us സമയമാണ്. the advantage in this present time according to God's ഈ word. വർത്തമാന സമയത്ത് ദൈവവചനത്തിന് അനുസൃതമായി ദൈവം നമുക്ക് ലാഭമാക്കി തരുന്ന ഒരു സമയമാണിത്. To move on successfully to our inheritance. നമ്മുടെ ആ അവകാശത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നതിനായിട്ട്. The Greek word used for time and times. സമയം അല്ലെങ്കിൽ സമയങ്ങൾക്കായിട്ട് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം Kairos. അത് കെയ്റോസ് എന്നൊരു That's a വാക്കാണ്. Greek word. K-A-I-R-O-S. KIROS കെയ്റോസ് എന്ന പദമാണ് Now, what ഉപയോഗിച്ചിരിക്കുന്നത്. that Greek word means, ആ പദത്തിന്റെ അർത്ഥം it's very അത് important. വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. A fixed or special occasion. അത് നിശ്ചയിച്ച ഒരു സമയം അല്ലെന്ന് വരിൽ ഒരു തരുണം. Set or proper time. അത് തീരുമാനിച്ചുറപ്പിച്ച A ഒരു സമയം, particular period ഒരു പ്രത്യേക സമയപരിധി, or interval. അതൊരു പ്രത്യേക ഒരു A definite സമയപരിധി, time or season. ഒരു പ്രത്യേക The സമയം, time when things are brought to crisis. കാര്യങ്ങൾ വന്നിട്ട് ഒരു സങ്കീർണതയിലേക്ക് കൊണ്ടുവരുന്ന സമയം. The decisive epoch waited for. തീരുമാനിച്ച ആ കാര്യങ്ങളുടെ നിറവേറുതലിനുള്ള സമയം. The word epoch means a period of time in history.
അത് ചരിത്രത്തിൽ കാര്യങ്ങൾ Yes. തീരുമാനിപ്പിച്ച് ഉറപ്പിച്ച ഒരു സമയമാണ്. Important because of special events. പ്രത്യേക സംഭവങ്ങൾ ഉണ്ടാകുവാനായി തീരുമാനിച്ച Yes. സമയമാണത്. Because of special characteristics. അതിന്റെ പ്രത്യേക സവിശേഷത കാരണം. So the time when things are brought to crisis, the decisive epoch waiting for. കാര്യങ്ങൾ സങ്കീർണതയിലേക്ക് കൊണ്ടുവരാൻ എന്തുകൊണ്ടെന്നാൽ തീരുമാനിച്ച കാര്യങ്ങൾ നിറവേറുന്നതിനായിട്ട്. Important because of special events involved. പ്രത്യേക സമയം കാരണം പ്രത്യേക സംഭവങ്ങൾ സംഭവിക്കാനുള്ള സമയമാണ്. Saints of God. വിശുദ്ധന്മാരെ, So we need to realize നാം ഒരു കാര്യം മനസ്സിലാക്കണം. it is time to wake out of sleep. നാം ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കേണ്ട സമയമാണിത്. This word kairos കൈറോസ് എന്ന വാക്കിനർത്ഥം speaks about God's favored time. കർത്താവിന്റെ ആ As we see ദയ ലഭിക്കുന്ന also സമയമാണ്. in Isaiah chapter 6. യെശയ്യാ പ്രവചനം 60-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ. Remember, God has all the time in the world. ദൈവത്തിന് തന്റെ സമയം God മുഴുവനുണ്ട്. has all the time in the world. ദൈവത്തിന് സമയം മുഴുവനും അവന്റെ പക്കലുണ്ട്. नहीं, जगत के लिए नहीं भाई. God has all the time in the world. സമയം മുഴുവൻ ദൈവത്തിന്റെ പക്കലാണ്. नहीं बहुत समय है. But we don't have. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമയം കുറവാണ്. There are some people say God is so busy, so I don't want to pray. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, ദൈവം വളരെ ബിസി ആയതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല. God has all the time. ദൈവത്തിന്റെ പക്കൽ സമയം All the time in മുഴുവനുണ്ട്. the world is He is God. ദൈവത്തിന് മുഴുവൻ But സമയം we അവന്റെ know പക്കലുണ്ട്. that we don't have time. നമുക്കാണ് സമയമില്ലാത്തത്. Yes. It is so important that we move at His pace. കർത്താവിനോട് ചേർന്ന് കർത്താവ് പോകുന്ന Yes. അതേ Now, that's വേഗത്തിൽ very നാം important. മുൻപോട്ട് നീങ്ങണം. This is something that the Church of Jesus Christ must learn in these ഈ days. നാളുകളിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭ ഇത് പഠിക്കണം. It's imperative that we move as at His pace. കർത്താവ് എത്ര വേഗത്തിൽ പോകുന്നു അത്രയും വേഗത്തിൽ നാം പോകേണ്ടത് അനിവാര്യമാണ്. Yes, that's very അത് important. വളരെ പ്രാധാന്യം അർഹിക്കുന്നു. When we look at the church of Moses, ആ മോശ മരുഭൂമിയിൽ കൊണ്ടുവന്ന സഭയെ നോക്കുമ്പോൾ, the church of Moses in the wilderness, മരുഭൂമിയിലുള്ള ആ സഭയെ നാം നോക്കുമ്പോൾ, they had to move according to God's pace. ദൈവം അവർക്ക് ദൈവം പോകുന്ന ആ വേഗത്തിൽ അവർ പോകേണ്ടിയിരുന്നു. We see that very clearly in God's word. ദൈവവചനത്തിൽ അത് വളരെ വ്യക്തമായി നാം കാണുന്നുണ്ട്. Yes. So as I said, God has got special time. ദൈവത്തിന് പ്രത്യേക സമയങ്ങളുണ്ട്. Let me just get back to that thought and then I will move ആ on. ചിന്തയിലേക്ക് നമ്മൾ മടങ്ങി വന്നിട്ട് മുൻപോട്ട് പോകും. Epoch waited for. കർത്താവ് കാത്തിരിക്കുന്ന സമയമുണ്ട്, For that തീരുമാനിച്ചുറപ്പിച്ച particular സമയം. thing that God wants to do. ദൈവം താൻ പറഞ്ഞ കാര്യങ്ങളെ ചെയ്ത് So God നിറവേറ്റുവാനുള്ള has സമയം. got His kairos കർത്താവിന് തന്റെ times. Now, I want to give കൈറോസ് you one എന്ന example of സമയങ്ങളുണ്ട്. that. Romans chapter 9. റോമാലേഖനം അതിന്റെ 9-ാം അധ്യായം. Romans chapter 9. റോമാലേഖനം 9-ാം അധ്യായം. And verse 9. 9-ാം വാക്യം. For this is the word of promise, at this time will I come and Sarah shall have a son. ഈ സമയത്തേക്ക് ഞാൻ വരും, Yes. അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും Now എന്നല്ലോ that വാഗ്ദത്ത word വചനം. time is kairos. ഇവിടെ ആ സമയം എന്നതിന് കെയ്റോസ് എന്ന Yes. വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. And other translations say season. മറ്റുള്ള പരിഭാഷയിൽ At കാലയളവിൽ this എന്നാണ് season ചൊല്ലിയിരിക്കുന്നത്. will I come. Amen.
ഈ കാലയളവിൽ ഞാൻ So വരും. God had made a promise ദൈവം ഒരു വാഗ്ദത്തം to ചെയ്തു Abraham. അബ്രഹാമിനോട്. Amen. God made an Abraham. അബ്രഹാമിനോട് ദൈവം ഒരു Made വാഗ്ദത്തം ചെയ്തു. an a covenant with Abraham. ദൈവത്തോട് ഒരു നിയമം താൻ ചെയ്തു. And now the Lord says, at that season, ഞാൻ പറഞ്ഞ come. ആ സമയത്ത് you know, saints of God, for God has his kairos. കർത്താവിന് തന്റെ God has തീരുമാനിച്ച a സമയങ്ങളുണ്ട്. decisive epoch waiting for. കർത്താവ് നിയമിച്ച സമയങ്ങളുണ്ട്, നിയമിച്ച് ഉറപ്പിച്ച സമയങ്ങളുണ്ട്. You know, there are times and seasons in God. കർത്താവിൽ സമയങ്ങളും കാലയളവുകളുമുണ്ട്. So in the 21st century, 21-ാം നൂറ്റാണ്ട് it is critical and also strategic. ദൈവത്തിന്റെ സഭയെ സംബന്ധിച്ചുള്ള സങ്കീർണവും You know, തന്ത്രപരവുമാണ്. strategic because God wants to help the church സഭയെ ദൈവം സഹായിക്കുന്ന സമയമാണ്. to achieve things as God has promised, ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ കാര്യങ്ങളെ കൈവരിക്കുവാൻ giving us the സഹായിക്കുന്ന സമയം. advantage ദൈവം ആ ലാഭം because സഭയ്ക്ക് of നൽകുന്ന the സമയമാണ്. times in God. ദൈവത്തിലുള്ള ആ തീരുമാനിച്ച As സമയമാണ്. we see here, നമ്മളിവിടെ കാണുന്നത് God made a covenant with Abraham. അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം And ചെയ്തതുപോലെ then the word came, at that season or at this season will I come. ഞാൻ ആ Saints of God, it's പ്രത്യേക very, very സമയത്ത് വരും important. ദൈവം അരുളി ചെയ്തു. Again, chapter 13 13-ാം അധ്യായം and verse 11, which we read, അതിന്റെ 11-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു. and that knowing the time, in other translation, American Standard Version says, and that knowing the season. സമയത്തെ അറിയുകയാൽ അല്ലെന്നുവരിൽ കാലയളവിനെ അറിയുകയാൽ. Amen. Knowing the seasons. കാലയളവിനെ അറിയുക. Now it is the highest time or season to awake out of your sleep. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സമയമാണ്, കാലയളവാണിത്. Remember, saints, as I said, the kairos of God are moments of His grace. ഈ ദൈവത്തിന്റെ സമയങ്ങൾ അത് ദൈവത്തിന്റെ കൃപയുടെ സമയങ്ങളാണ്. As I promised, ഞാൻ according to the വാഗ്ദത്തം season, ചെയ്തതുപോലെ at that season, I will come and കാലഘട്ടത്തിൽ Sarah will bear a son. ആ സമയത്ത് അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. Yes, so we see the seasons in God, they are very important. ദൈവത്തിലുള്ള ആ കാലഘട്ടം വളരെ It's പ്രാധാന്യമറിയിക്കുന്നു. a time of advantage. അത് നമുക്ക് ലാഭമുള്ള ഒരു സമയമാണത്. It's a time to receive the grace of God to achieve things which we have not achieved in the നമ്മുടെ past. ജീവിതത്തിൽ കൈവരിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെ കൈവരിക്കുന്നതിനായി കൃപ ലഭിക്കുന്ന സമയമാണിത്. Oh, hallelujah. Are you with me? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? Are you with me? Yes, brother. I have noted down strategic. That's no use. It has to become a light for you. തന്ത്രപരമായ സമയമാണിതെന്ന് നാം Faith cometh ദൈവത്തിന്റെ by ആത്മാവിനാൽ hearing. മനസ്സിലാക്കണം. It must enter into us. You will arise in new faith. അത് നമ്മുടെ ഉള്ളിലെ ഒരു വെളിച്ചമായി You മാറിയാൽ will നാം arise. You will be എഴുന്നേൽക്കും ഒരു awakened to the വിശ്വാസം. reality അത് നമ്മുടെ that you ജീവിതത്തിന്റെ are living in യാഥാർത്ഥ്യമായി the തീരും. seasons of God. കർത്താവിൽ കാലഘട്ടങ്ങളുണ്ട്, കാലയളവുകളുണ്ട്. Amen. These are the seasons of ഇത് God. കർത്താവിന്റെ കാലയളവാണ്. As God said, I promised to Abraham. ഞാൻ അബ്രഹാമിനോട് വാഗ്ദത്തം ചെയ്തതുപോലെ And at that time, at that season, ഞാൻ വാഗ്ദത്തം ചെയ്ത ആ Sarah കാലയളവിൽ will bear a child. സാറായി ഒരു Saints മകനെ of പ്രസവിച്ചു. God, these are the times that God is visiting. God is coming to His church. തന്റെ സഭയെ ദൈവം സന്ദർശിക്കുന്ന, തന്റെ സഭയിലേക്ക് താൻ വരുന്ന സമയമാണിത്. As I said, ഞാൻ പറഞ്ഞതുപോലെ we need to move at His pace. കർത്താവ് നീങ്ങുന്ന അതേ വേഗത്തിൽ നാം നീങ്ങണം. It is imperative. അത് അനിവാര്യമാണ്, Necessary അത് അത്യാവശ്യമാണ്. to move at His pace. കർത്താവ് നീങ്ങുന്ന അതേ Now വേഗത്തിൽ the നാം church നീങ്ങേണ്ടത് of അത്യാവശ്യമാണ്. Moses in the wilderness ആ മരുഭൂമിയിലുള്ള സമയം നാം നോക്കുമ്പോൾ followed the cloud of glory. ആ തേജസ്സിന്റെ മേഘം അവരുടെ മേലുണ്ടായിരുന്നു. Followed the cloud of glory. അവർ ആ തേജസ്സിന്റെ മേഘത്തെ പിന്തുടരേണ്ടതുണ്ടായിരുന്നു. Numbers chapter 9. സംഖ്യാപുസ്തകം 9-ാം അധ്യായം. Yes, let's just quickly go to that. നമുക്ക് പെട്ടെന്ന് അവിടേക്ക് ഒന്ന് തിരിക്കാം. Numbers chapter 9. സംഖ്യാപുസ്തകം 9-ാം അധ്യായം
We will not read in Hindi for want of time. സമയക്കുറെ കാരണം നമ്മൾ മലയാളത്തിൽ വായിക്കുന്നതായിരിക്കില്ല. 15 onwards. 15-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. And on the day that the tabernacle was reared up, the cloud covered the tabernacle, namely, and the tent of the testimony, and at even there was upon the tabernacle, as it were, appearance of fire until the morning. So it was always. The cloud covered it by day, and the appearance of the fire by night. And when the cloud was taken up from the tabernacle, then after that the children of Israel journeyed, and in the place where the cloud abode, there the children of Israel pitched their tent. Amen. So they were keeping the church of Moses in the wilderness. They kept pace with God. ആ മരുഭൂമിയിലുള്ള സഭയെ നാം കാണുമ്പോൾ ആ സഭ കർത്താവ് നീങ്ങുന്ന അതേ വേഗത്തിലാണ് നീങ്ങിയത്. Yes. So that's what we read. അതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. Verse 17. 17-ാം വാക്യം. Oh, we read that, right? Verse 18. At the 18-ാം commandment വാക്യം. of the Lord, the children of Israel journeyed, and at the commandment of the Lord, they pitched. As long as the cloud abode upon the tabernacle, they rested in their tents. And somebody was, thank God I was not part of that church. ആ മരുഭൂമിയിലുള്ള സഭയുടെ ഭാഗമല്ലെന്നതിൽ Who ചിലർ said that? Tell me. സന്തോഷിക്കുന്നു. One of you said that? നിങ്ങൾ ആരോ അങ്ങനെ I heard നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു. Thank God I was not part of the church of Moses. ആ മരുഭൂമിയിലുള്ള I'm സഭയുടെ part of the church, ഭാഗമല്ല. GSF. ഞാൻ ദൈവത്തിന് നന്ദി I പറയുന്നു can എന്ന് stop പറഞ്ഞ ആരും ഇവിടെ anywhere. ഉണ്ട്. I can pitch anywhere. I can live anywhere. No pace I need to keep. What a liberty in grace. ഞാൻ isn't it? എവിടെ വേണേ ജീവിക്കാം, ഞാൻ എങ്ങോട്ട് വേണേ പോകാം, എങ്ങോട്ട് വേണേ വരാം. ആ കർത്താവ് പോകുന്ന വേഗത്തിൽ കർത്താവിന്റെ കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ. How wonderful it is to be part of the church in 21st century. 21-ാം നൂറ്റാണ്ടിലുള്ള സഭയിലായിരിക്കാൻ എത്ര എളുപ്പമായ I can കാര്യം. keep my pace. എന്റെ ഇഷ്ടപ്രകാരം ഞാൻ Let the ജീവിക്കാം. cloud go. Let the fire of pillar do anything. I got nothing to do മേഘസ്തംഭം with പോയാലും that അഗ്നിസ്തംഭം stuff. പോയാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല. Who said that now? ആരാണ് അങ്ങനെ തങ്ങളുടെ Nobody ഉള്ളിൽ said പറഞ്ഞത്? amongst us. Now, I'm not telling you to raise your hand anyway. Thank God. All right, let's go on. നമുക്ക് മുന്നോട്ട് പോകാം. This is what the word of God ഇതാണ് says. ദൈവവചനം പറയുന്നത്. All right. Verse 19. 19-ാം വാക്യം. And when the cloud tarried long upon the tabernacle many days, then the children of Israel kept the charge of the Lord and journeyed not. My goodness. മേഘം തിരുനിവാസത്തിന്മേൽ ഏറെ നാൾ ഇരുന്നുവെങ്കിൽ ഇസ്രായേൽ മക്കൾ യാത്ര പുറപ്പെടാതെ യഹോവയുടെ ആജ്ഞ കാത്തുകൊണ്ടിരിക്കും. They could not. അവർക്ക് പോകുവാൻ They കഴിഞ്ഞില്ല. had to keep pace with the Lord. അവർ കർത്താവ് പോകുന്ന വേഗത്തിൽ കർത്താവിന്റെ കൂടെ And when the പോകേണ്ടിയിരുന്നു. cloud tarried long, okay, fine. Verse 20. And so it was when the cloud was a few days upon the tabernacle, according to the commandment of the Lord, they abode in their tents, and according to the commandment of the Lord, they journeyed. ചിലപ്പോൾ മേഘം തിരുനിവാസത്തിന്മേൽ കുറെ നാളിരിക്കും. അപ്പോൾ അവർ യഹോവയുടെ കൽപ്പന പോലെ പാളയം ഇറങ്ങിയിരിക്കും. When they stopped in one place, ഒരു സ്ഥലത്ത് അവർ പാളയം അടിക്കുമ്പോൾ they had to go to the tabernacle. അവർ ആ They had to തിരുനിവാസത്തിലേക്ക് offer പോകണം. sacrifice. അവിടെ ദൈവത്തിന് യാഗം All kinds of അർപ്പിക്കണം. sacrifices. എല്ലാ Somebody യാഗങ്ങളും said it's അർപ്പിക്കണം. better to move than have all these sacrifices. മുൻപോട്ട് പോകുന്നതാണ് Fine, നല്ലത്. all ഈ these യാഗം sacrifices. എല്ലാം Oh, if കഴിക്കുന്നതിനെക്കാട്ടിലും the നമുക്ക് cloud തോന്നും. could go. കർത്താവ് പറയുമ്പോൾ പോകണം. As കർത്താവ് long as the പറയുമ്പോൾ അവർ cloud പാളയം tarried, they had to pitch their tents. They had to bring their sacrifices. They had to behold the God of glory. ആ They have to come into a relationship with this God who led them. തേജസ്സിന്റെ മേഘം തിരുനിവാസത്തിന്മേൽ futile ഉണ്ടായിരിക്കുന്ന സമയം വരെ അവരവിടെ പാളയം അടിച്ച് ദൈവത്തിൽ തങ്ങളുടെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ച് ഈ ദൈവത്തിന്റെ മഹത്വത്തെ കണ്ട് ദൈവത്തെ ആരാധിക്കണമായിരുന്നു. Yes. And they had to. അതായിരുന്നു അവർ ചെയ്യേണ്ടത്. And so it was. അതങ്ങനെയായിരുന്നു. When the cloud abode from even unto the morning, see again, even unto the morning. സന്ധ്യയിൽ നിന്ന് പ്രഭാതം വരെ മാത്രമേ മേഘം തിരുനിവാസത്തിന്മേൽ ഉണ്ടായിരുന്നുള്ളൂ. And that the cloud was taken up in the morning, then they journeyed
whether it was a day or by night that the cloud was taken up, they journeyed. പ്രഭാതത്തിൽ മേഘം They were ഉയർന്നാൽ left അവർ with no മുൻപോട്ട് choice. പോയേ മതിയാകൂ. രാത്രിയിൽ ഉയർന്നാലും പകൽ ഉയർന്നാലും അവർ They മുൻപോട്ട് had പോയേ to മതിയാകും. keep in pace with the Lord. കർത്താവിന്റെ കൂടെ അതേ വേഗത്തിൽ അവർ നീങ്ങേണ്ടതുണ്ടായി. Or whether it were 2 days or a month 2 നാളായാലും or 1 മാസമായാലും year, മേഘം that the നിൽക്കുന്നിടത്തോളം cloud അവരവിടെ gathered upon the പാളയം tabernacle, അടിക്കണമായിരുന്നു. remaining thereon, the children of Israel abode in their tents and journeyed not, but when it was taken up, they journeyed. 2 ദിവസമോ 1 മാസമോ 1 സംവത്സരമോ മേഘം Yes. തിരുനിവാസത്തിന്മേൽ ആവശ്യമിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് പുറപ്പെടാതെ പാളയം അടിച്ച് താമസിക്കും. അത് പൊങ്ങുമ്പോഴോ അവർ പുറപ്പെടും. Amen. You know, they had to keep pace with God. കർത്താവ് നീങ്ങുന്ന അതേ വേഗത്തിൽ അവർ നീങ്ങേണ്ടതുണ്ടായി. Verse 23, at the commandment of the Lord, they rested in the tents. യഹോവയുടെ And at the കൽപ്പന commandment of പോലെ the അവർ Lord, they പാളയം journeyed. ഇറങ്ങി യഹോവയുടെ കൽപ്പന പോലെ യാത്ര പുറപ്പെടുകയും ചെയ്തു. They kept the charge of the Lord and at the commandment of the Lord by the hand of Moses. മോശ മുഖാന്തരം യഹോവ കൽപ്പിച്ചതുപോലെ അവർ യഹോവയുടെ ആജ്ഞ പ്രമാണിച്ചു. It was all the commandment of the Lord. ദൈവത്തിന്റെ കൽപ്പന പ്രകാരം It was അവർ all the ആജ്ഞ commandment of പ്രമാണിച്ചു. the Lord. Amen. How precious that is. അതെത്ര വിലയേറിയ ഒരു കാര്യമായിരുന്നു. Do you think that this is only meant for the Old Testament? അത് പഴയ നിയമത്തിൽ മാത്രം ഒരു Do യാഥാർത്ഥ്യമായിരുന്നു. you think the Church of Jesus Christ കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭ is not to keep pace with God? ദൈവത്തോടൊന്നിച്ച് നീങ്ങേണ്ടത് ആവശ്യമാണല്ലേ? You know, what do you think? എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? You know, we see that this was the principle ഇതായിരുന്നു wherein we അവരെ see നയിച്ച in types തത്വം. and shadows the principle for the church. സഭയ്ക്കായിട്ടുള്ള ആ തത്വത്തിന് ഒരു നിഴൽ മാത്രമായിരുന്നു. Now, when we turn to the book in the New Testament, പുതിയ നിയമത്തിൽ നാം വരുമ്പോൾ Romans റോമർക്ക് എഴുതിയ chapter ലേഖനം 8-ാം അധ്യായം we see that it's the same principle for us. ഇവിടെ അതേ തത്വം നമുക്ക് വേണ്ടിയും Go to പറഞ്ഞിട്ടുണ്ട്. Romans, and there we find there are so many scriptures, but for want of time, we would not get into all of them. Romans chapter 8, 8-ാം അധ്യായം verse 14. 14-ാം വാക്യം. For as many as are led by the Spirit of God, they are the sons of God. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. Saints of God, listen carefully. വിശുദ്ധന്മാരെ ശ്രദ്ധയോടെ As കേൾക്കുക. many as are led by the Spirit of God, they are the sons of God. ദൈവത്തിന്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ അവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. Saints of God, it's very important for us to see ഇത് കാണേണ്ടത് വളരെ the അനിവാര്യമാണ്. church of God is to be led by the Spirit of God. കർത്താവിന്റെ സഭ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. Yes. You know, the church has to be in pace with God. കർത്താവ് നീങ്ങുന്ന അതേ വേഗത്തിൽ സഭ മുൻപോട്ട് നീങ്ങണം. You know, the Holy Spirit will lead us. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. God has given us the Holy Spirit. ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് And നൽകി. God has given us the fivefold ministry ദൈവം തന്റെ 5 വിധ ശുശ്രൂഷകളെ നമുക്ക് to നൽകി. keep us in pace with God. കർത്താവിനോടുള്ള അതേ വേഗത്തിൽ As we നീങ്ങുന്നതിനായിട്ട്. read the book of Ephesians, എഫേസ്യ ലേഖനം, let me just read that scripture in line with this. ഇതിനോടുള്ള ബന്ധത്തിൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. Verse 11, and he gave apostles and some prophets and some evangelists, some pastors and teachers for the perfecting of the saints, for the work of the ministry, for the edifying of the body of Christ, till we all come in the unity of the faith and of the knowledge of the Son of God, unto a perfect man, unto the measure of the stature of the fullness of Christ. 11 നിന്നും 13 വരെയുള്ള വാക്യങ്ങൾ. So, yeah. So we see very clearly, ഇവിടെ നാം വളരെ വ്യക്തമായി കാണുന്നത് those who are led by the Spirit of God, they are the sons of God. പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തപ്പെടുന്നവരാണ് ദൈവത്തിന്റെ പുത്രന്മാർ. God has given us the Holy Spirit, ദൈവം നമുക്ക് തന്റെ പരിശുദ്ധാത്മാവിനെ who തന്നു. is to keep us in pace with ദൈവം God. നീങ്ങുന്ന അതേ വേഗത്തിൽ നീങ്ങുന്നതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയത്. God has given us the fivefold ministry ദൈവം നമുക്ക് തന്റെ 5 വിധ to ശുശ്രൂഷകൾ keep us നൽകിയത് in pace with God's purpose. കർത്താവിന്റെ ഉദ്ദേശത്തിന്റെ Till we വേഗതയിൽ all മുൻപോട്ട് come into നീങ്ങുന്നതിനാണ്. the measure and the fullness of Christ Jesus. കർത്താവിന്റെ ആ പൂർണ്ണതയിലേക്കും കർത്താവിന്റെ ആ പൂർണ്ണ അളവിലേക്കും നാം വളരുന്നതിന്. Saints of God, so may God help. വിശുദ്ധന്മാരെ നമ്മെ ദൈവം There സഹായിക്കുമാറാകട്ടെ. are seasons in God, ദൈവത്തിൽ കാലയളവുകളുണ്ട്.
And this 21st century is very critical and strategic for the church of Jesus. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സഭയെ സംബന്ധിച്ചിടത്തോളം ഈ 21ാം നൂറ്റാണ്ട് സങ്കീർണവും തന്ത്രപരവുമാണ് ആ സമയമാണ്. Work in his great grace in these end times. ഈ അന്ത്യനാളുകൾ കർത്താവ് തന്റെ വലിയ കൃപയെ സഭയ്ക്ക് നൽകും. As we heard last Sunday, കഴിഞ്ഞ ആഴ്ച നാം കേട്ടതുപോലെ these seasons may not come back again. ഈ കാലയളവുകൾ തിരിച്ചു വരികയില്ല. It may be a season in your life and mine. നിങ്ങളുടെ ജീവിതത്തിലും എന്റെ ജീവിതത്തിലും അത് ദൈവത്തിന്റെ ഒരു കാലയളവാണ്. He is the judge and the jury. ദൈവമാണ് ന്യായം വിധിക്കുന്നവനും ന്യായാധിപതിയും ദൈവമാണ് നമുക്ക് വേണ്ടി വാദിക്കുന്നവനും. Despite what you are, നമ്മുടെ ജീവിതത്തിൽ നാം എന്തവസ്ഥയിലായിരുന്നു, നമ്മുടെ ബലഹീനതകൾ, പരാജയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നഷ്ടമായ സംവത്സരങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ തന്നെയും remember, this is the kairos of God in your life and us as a body of believers. നിങ്ങളുടെയും അതുപോലെ തന്നെ ദൈവത്തിന്റെ സഭയുടെയും മധ്യത്തിൽ ഇത് കർത്താവിന്റെ കൈറോസ് ആണ്, സമയമാണ്. And therefore, beloved, I would say to all of us, ആകയാൽ വിശുദ്ധന്മാരെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, in pace with God. ദൈവത്തോടൊപ്പം നമുക്ക് അതേ വേഗത്തിൽ മുൻപോട്ട് പോകാം. As God's word is coming to us, ദൈവത്തിന്റെ വചനം നമ്മുടെ അടുത്തിൽ വരുമ്പോൾ, as the word of God says, according to the time, ദൈവം പറഞ്ഞതുപോലെ I will come. സമയപരിധിക്കനുസരിച്ച് ഞാൻ തിരിച്ചു വരും. അപ്പോൾ സാറ ഒരു മകനെ പ്രസവിക്കും. These are the times and seasons of God. ഇത് ദൈവത്തിന്റെ സമയമാണ്, ദൈവത്തിന്റെ കാലയളവാണ്, ദൈവത്തിന്റെ കൈറോസ് ആണ്. And these days are therefore very serious. ആകയാൽ ഇത് വളരെ ഗൗരവമേറിയ These സമയമാണ്. are very serious times, my brothers and sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത് ദൈവത്തിൽ വളരെ ഗൗരവമേറിയ സമയമാണ്. ഇത് നമ്മുടെ പദ്ധതി ഒന്നും ഇടേണ്ട സമയമല്ല. It is not time to make your, to live by your idea. നിങ്ങളുടെ ആശയപ്രകാരം ജീവിക്കേണ്ട സമയമല്ല ഇത്. There was a very wise man in the Bible who said, I will pull down and I will build this and I will build that and I will build everything. And the Lord said, thou fool. വേദപുസ്തകത്തിൽ വളരെ ബുദ്ധിമാനായ മനുഷ്യനുണ്ടായിരുന്നു. ഞാൻ എന്റെ കളപ്പുരകളെയൊക്കെ ഇടിച്ച് വലുതായിട്ട് പണിയുമെന്ന് പറഞ്ഞ മനുഷ്യൻ ദൈവനോട് മഠയ എന്നാണ് പറഞ്ഞത്. Let's not be foolish. നമ്മുടെ ജീവിതത്തിൽ നാം മഠയന്മാരാകരുത്. Listen carefully, saints of God. God has brought you into this body of Christ. കർത്താവിന്റെ ശരീരമായ സഭയിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നത് ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. There in the darkness, groping, not realizing, not knowing what they have been saved for. അന്ധകാരത്തിൽ അനേകർ തപ്പിത്തടയുമ്പോൾ, എന്തിനായി അവർ രക്ഷിക്കപ്പെടുന്നു എന്ന് മനസ്സിലാകാൻ അന്ധകാരത്തിൽ തപ്പിത്തടയുമ്പോൾ ദൈവം നമ്മെ കാണിച്ച കൃപയാണ്. To help some of them. നാം അവരും ചേർന്ന് നമുക്ക് ദൈവത്തിന്റെ ഉദ്ദേശത്തെ, രക്ഷയുടെ ഉദ്ദേശത്തെ കാണുവാൻ നമുക്ക് അവരെ സഹായിക്കാം. That they may come to this understanding that they have been saved unto a purpose. അവരൊരു ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി രക്ഷിക്കപ്പെട്ടു എന്നുള്ള ഒരു അറിവിലേക്ക് അവർ വരുന്നതിനായിട്ട് നമുക്ക് അവരെ സഹായിക്കാം. May your life speak to them. നമ്മുടെ ജീവിതങ്ങൾ അവരോട് സംസാരിക്കും. That there is a different course in Christ Jesus. കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്കുള്ള പാത different from the course that we see all around today. നമ്മുടെ ചുറ്റിലും മറ്റുള്ളവർ നടക്കുന്ന പാതയല്ല നമ്മുടെ പാത. It's a serious time, saints of God. ഇത് ദൈവത്തിന്റെ സമയമാണ്. So let's set aside our plans. ആകയാൽ നമ്മുടെ പദ്ധതികളൊക്കെ നമുക്ക് and let us get into the pace of God for your life. നമ്മുടെ ജീവിതത്തിനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ദൈവം നീങ്ങുന്ന വേഗത്തിൽ നമുക്ക് മുൻപോട്ട് നീങ്ങും. The body of Christ where God is at work. ഇത് ദൈവം പ്രവർത്തിക്കുന്ന സമയമാണ്. And I know that some of us are upset, some of us are angry. Because our plans are not going on. നമ്മൾ ചിലർ അസ്വസ്ഥരാണ്, നമ്മൾ ചിലർ കോപിഷ്ഠരാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പദ്ധതി പ്രകാരം കാര്യങ്ങൾ സംഭവിക്കുന്നില്ല. Please listen with an open heart. തുറന്ന ഹൃദയത്തോടെ നമുക്ക് ദൈവശബ്ദം കേൾക്കാം. Let the purpose of God come into your life and let that be primary and the secondary will take care of itself. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാഥമികമായതായി മാറട്ടെ. അപ്പോൾ ദൈവം തീർച്ചയായിട്ടും രണ്ടാം തരം കാര്യങ്ങളെല്ലാം ദൈവം നിറവേറ്റും. It's time to be in pace with God. ദൈവത്തിൽ നീങ്ങുന്ന അതേ വേഗത്തിൽ നാം നീങ്ങേണ്ട സമയമാണ്. At the commandment of the Lord they moved. കർത്താവിന്റെ ആജ്ഞപ്രകാരം അവർ താമസിച്ചു, കർത്താവിന്റെ ആജ്ഞപ്രകാരം അവർ മുൻപോട്ട് നീങ്ങി. That was true of the church of Moses in the wilderness. മരുഭൂമിയിലുള്ള സഭയെ കുറിച്ച് ഒരു യാഥാർത്ഥ്യമായി ഇന്നുള്ള കർത്താവിന്റെ സഭയെ കാണുമ്പോൾ അതേ തത്വത്താലാണ് അവർ നയിക്കപ്പെടുന്നത്. We are to be governed by the ministries. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിന്റെ ശുശ്രൂഷകളാലും നാം നയിക്കപ്പെടും. We are governors and tutors as sons growing up into maturity. ആ പൂർണ്ണതയിലേക്ക് നീങ്ങുക പുത്രന്മാർ
അവർ ഈ ശുശ്രൂഷകളാൽ നയിക്കപ്പെടണം. And we are to keep in pace with God. ദൈവം നീങ്ങുന്ന അതേ വേഗത്തിൽ നാം നീങ്ങണം. We are moving on to our destiny in Christ. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നാം മുൻപോട്ട് നീങ്ങണം. ഇത് വളരെ ഗൗരവമേറിയ It's not a സമയമാണ്. time to be happy. ഇത് നാം സന്തുഷ്ടരായിരിക്കേണ്ട സമയമല്ല. നമ്മുടെ ആത്മീയ യാത്രയിൽ We are not to be a people who are so happy with our own pursuit. നമ്മുടെ സ്വന്തം കാര്യങ്ങളെ പിന്തുടരലും സന്തുഷ്ടരാകരുത്. It is not time to play church. നമ്മളെ സഭയെ കളിക്കേണ്ട സമയമൊന്നുമല്ല ഇത്. It is not a time to play church. ഇത് സഭ കളിക്കേണ്ട സമയമല്ല. Take that word seriously. ആ വചനത്തെ നമുക്ക് വളരെ In the ഗൗരവബോധത്തോടെ days of എടുക്കാം. Moses, മോശയുടെ നാളുകളിൽ there were some ചിലർ who played church. അവർ സഭ കളിച്ചു. You know about them? നിങ്ങൾക്ക് അവരെ പറ്റി അറിയാം. We read about them in Exodus chapter 30. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ അവരെ കുറിച്ച് വായിക്കുന്നുണ്ട്. Now you know, Exodus chapter 32, I'm not going to take long time. പുറപ്പാട് there. പുസ്തകം 32-ാം അധ്യായം. Exodus chapter 32. You know, there were some who played church. അവിടെ ചിലർ കളിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. Yes. They made a golden calf. അവർ ഒരു പൊന്നു You know, and പൊന്നുകൊണ്ടുള്ള കാളക്കുട്ടിയെ ഉണ്ടാക്കി. where is this guy gone? ഈ മോശയുടെ ഒപ്പം ഞങ്ങൾക്ക് Where is this അറിയത്തില്ല. Moses gone? We don't even hear of him. There is no telephone from him. മോശയെ പറ്റി ഒന്നും ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നില്ല. कोई फोन तो नहीं था उस दिनों में. No idea what has happened to this മോശയ്ക്ക് എന്ത് man. സംഭവിച്ചെന്ന് അറിയില്ല. Where is disappeared? എവിടെ അപ്രത്യക്ഷമായി Is he ഞങ്ങൾക്ക് still അറിയത്തില്ല. alive there? We have no idea. ജീവനോട് ശേഷിക്കുന്നുണ്ടോ തന്നെ ഞങ്ങൾക്ക് അറിയത്തില്ല. Yes. So these people, they rose up to play. Chapter 32 and verse 6 to save time. 32-ാം അധ്യായം 6-ാം And they വാക്യത്തിൽ ഇങ്ങനെ rose up വായിക്കുന്നു. early in the morrow and offered burnt offerings and brought peace offerings, and the people sat down to eat and to drink and rose up to play. പിറ്റേന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാനയാഗങ്ങൾ അർപ്പിച്ച് ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. Yes. You know, and this is happening today. ഇന്നും ഇത് സംഭവിക്കുന്നുണ്ട്. And you know why it happened so? അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? The reason is that they had no vision. അവർക്ക് ദർശനമില്ലാത്തത് They കൊണ്ടാണ് had no സംഭവിച്ചത്. vision of why God saved them from Egypt. ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചതിന്റെ ഉദ്ദേശം അവർ മനസ്സിലാക്കിയില്ല. ആ ദർശനം അവർക്കില്ലായിരുന്നു. അതായിരുന്നു അതിന്റെ കാരണം. And saints of God, that's what happening today. ഇന്നും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. As we read in Proverbs chapter 29, നാം സദൃശവാക്യങ്ങൾ 29-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ Proverbs chapter 29, സദൃശവാക്യങ്ങൾ 29-ാം അധ്യായം, a scripture which we all know very well. നമുക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ വചനമാണിത്. 29 verse 18. 29-ാം അധ്യായം 18-ാം വാക്യം. Where there is no vision, the people perish. വെളിപ്പാടില്ലാത്തടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. Yes. But he that keepeth the law, happy is he. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. Yes. Now, I would like to read that from, one translation says, the ESV says, where there is no prophetic vision, people cast off restraints. ESV തർജ്ജമയിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ വെളിപ്പാടില്ലാത്തടത്ത് അവർ ഒരു Yes. നിയന്ത്രണമില്ലാതെ നടക്കുന്നു. Where there's no prophetic vision. ദൈവത്തിന്റെ ഒരു പ്രവചനപരമായ വെളിപ്പാടില്ലാത്തടത്ത് അവർ നിയന്ത്രണമറ്റവരായി നടക്കുന്നു. Let me read from some of the translation as well. It's very, very മറ്റു ചില important. തർജ്ജമകളിൽ നിന്ന് വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. When there is no real vision, this is what happens with God's യഥാർത്ഥ people. Even in our ദർശനമല്ലപ്പോൾ midst. ദൈവജനങ്ങൾക്ക് ഇതാണ് സംഭവിക്കുന്നത്. The NLT says, when people do not accept the divine guidance, they run wild. NLT പറയുന്നത് ദൈവം അവരെ നയിക്കാത്തപ്പോൾ അവർ നിയന്ത്രണം വിട്ട് നടക്കുന്നു എന്നാണ്.
I would like to read the New Century Version. ന്യൂ സെഞ്ചുറി വേർഷനിൽ Where ഇങ്ങനെയാണ് there വായിക്കുന്നത്. is no word from God, people are uncontrolled. ദൈവത്തിൽ നിന്ന് വചനമില്ലാതെ ഇരിക്കുമ്പോൾ ദൈവജനങ്ങൾ നിയന്ത്രണമില്ലാത്തവരായിരിക്കുമെന്നാണ് ഇത് പറയുന്നത്. Yes. If people can't see what God is doing, ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ they stumble ജനങ്ങൾ കാണുന്നില്ല. all over themselves. അവർ വീണുപോകും. But when they attend to what He reveals, they are most blessed. എന്നാൽ ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ അനുഗ്രഹീതരായിരിക്കും. Yes. Yes. How important it is, saints of God. അതെത്ര പ്രാധാന്യം അറിയിക്കുന്ന കാര്യമാണ് വിശുദ്ധന്മാരെ. One more translation. There are many translations. വേറൊരു തരഞ്ഞുകൂടെ പറയുവാൻ താല്പര്യപ്പെടുന്നു. Where there is no vision, no redemptive revelation of God. ദൈവത്തിന്റെ ദർശനം, ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഉദ്ദേശത്തെക്കുറിച്ചുള്ള No വെളിപ്പാടില്ലാത്ത redemptive ഇടത്തിൽ revelation of God, the people perish. ദൈവജനങ്ങൾ നശിച്ചു പോകുന്നു. Saints of God. വിശുദ്ധന്മാരെ, Where there is no prophetic vision, ദൈവത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് പ്രവചനപരമായ വെളിപ്പാടില്ലാത്തപ്പോൾ ദൈവജനങ്ങൾ there is നിയന്ത്രണമില്ലാതെ nothing നടക്കും. to control them. അവരെ ഒന്നും നിയന്ത്രിക്കുവാനില്ല. They go by what they think and feel to be right in their അവർ life. എന്ത് ശരിയെന്ന് ചിന്തിക്കുന്നു, കരുതുന്നു, അതനുസരിച്ച് അവർ ചെയ്യുന്നു. Saints of God, we are living in the thick of that today. ഇന്ന് അതിന്റെ മധ്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. You know, we also can play church. നമ്മുടെ ജീവിതത്തിൽ സഭ We കളിക്കുവാൻ can be part സാധ്യതയുണ്ട്. of this body. We have no revelation and understanding why God brought you here. സഭയിലായിരുന്നിട്ട് We can ദൈവം also എന്തുകൊണ്ടാണ് play നമ്മളെ ഇവിടെ church. കൊണ്ടുവന്നതെന്നുള്ള വെളിപ്പാടും ദർശനവും നമുക്കില്ലെങ്കിൽ We can also play church. നമ്മളും സഭ കളിക്കുവാൻ തുടങ്ങും. We can rise up to play the way we want to do things. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുവാൻ Yet തുടങ്ങുകയും many കളിപ്പാൻ in the തുടങ്ങുകയും churches ചെയ്യും. today, in the church realm today, ഇന്നുള്ള സഭാ മണ്ഡലത്തിൽ നാം കാണുമ്പോൾ continue to toy with the popular things. അവരെ പ്രശസ്തമായ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. You know, we see the church realm today, സഭാ മണ്ഡലത്തെ നാം കാണുമ്പോൾ including the leaders, the way they do things. നേതാക്കന്മാർ അവർ കാര്യങ്ങൾ ചെയ്യുന്നത് They're കാണുമ്പോൾ playing with gadgets and entertainments, അവർ ഫോണൊക്കെ വെച്ചാണ് കളിക്കുന്നത്. doing what they want to do. വിനോദപരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അവർക്ക് ഇഷ്ടമുള്ളതാണ് അവർ Everybody is ചെയ്യുന്നത്. rising up to play the way they want to play with God. ദൈവത്തോട് അവർ ആഗ്രഹിക്കുന്നത് പോലെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. Saints of God. വിശുദ്ധന്മാരെ, But എന്നാൽ remember, God is awakening us ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. to the reality that we have to keep pace with God, because God is about to perform things for His church in this end time. തന്റെ സഭയ്ക്കായിട്ട് ദൈവം കാര്യങ്ങളെ നിവർത്തിക്കുവാൻ പോകുന്ന ഈ സമയത്ത് ദൈവം പോകുന്ന അതേ വേഗത്തിൽ മുൻപോട്ട് പോകുന്നതിന് ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. Yes, this is a serious time. ഇത് വളരെ You know, we are ഗൗരവമേറിയ living in a സമയമാണ്. time every group, every church is craving to be successful. ഇന്ന് എല്ലാ സഭകളും എല്ലാ ഗ്രൂപ്പുകളും അവർ സാഫല്യതയാണ് And to നേടിക്കൊണ്ടിരിക്കുന്നത്. be successful, they're playing with many things. ആ സഫലത നേടുന്നതിനായിട്ട് അവർ പല കാര്യങ്ങളും They കളിക്കാറുണ്ട്. can play with anything that is of the world brought into the church ഈ realm. ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ സഭയിൽ കൊണ്ടുവന്ന് അവർ കളിച്ചു നോക്കുകയാണ്. And I want to tell you how careful God's people ought to be. God is awakening to the reality. യഥാർത്ഥത്തെ മനസ്സിലാക്കുന്നതായിട്ട് ദൈവം There's a നമ്മളെ separation. എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നാം എത്ര സൂക്ഷ്മതയുള്ളവരായിരിക്കണം. Yes, bringing in the world's principles, ഈ ലോകത്തിന്റെ പ്രമാണങ്ങളെയും the തത്വങ്ങളെയും Babylonian ways and methods, വഴികളെയും രീതികളെയും to become successful. സഫലതയ്ക്ക് വേണ്ടി, ministries today. ശുശ്രൂഷയിൽ സഫലതയ്ക്ക് വേണ്ടി കൊണ്ടിരുന്നത്. Saints of God, where there is lack of the redemptive revelation of God's purpose, അത് ഭോഷത്വമാകുന്നു. ആ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഉദ്ദേശത്തിന്റെ വെളിപ്പാടില്ലാത്ത സ്ഥലത്ത് yes, കാര്യങ്ങൾ that's നിയന്ത്രണം why the വിട്ടുപോകും. people rose up to play. അവിടെ ജനങ്ങൾ കളിക്കുവാൻ എഴുന്നേൽക്കും. And God's judgment came. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വന്നു. Remember, God disowned them ഉടനെ immediately. തന്നെ ദൈവം അവരെ തള്ളിപ്പറഞ്ഞു. If you read through chapter 32, 32 അധ്യായത്തിൽ you തുറന്നു will see വായിക്കുമ്പോൾ how the Lord said to Moses, മോശയോട് ദൈവം ഇങ്ങനെയാണ് പറഞ്ഞത്.
Your people you brought out of Egypt. നീ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം. That's the language God used. അതാണ് ദൈവം ഉപയോഗിച്ച ഭാഷ. All this while God said, ഇതുവരെ എന്റെ ജനം എന്ന് പറഞ്ഞ set ദൈവം my people free. എന്റെ ജനങ്ങളെ വിടുവിക്കുവാൻ പറഞ്ഞ ദൈവം. Amen. Set my people free. എന്റെ ജനത്തെ വിടുവിക്കുക എന്ന് പറഞ്ഞ This is ദൈവം. what he said to Pharaoh. ഇതാണ് ദൈവം ഫറവോനോട് My people, my people. ഫറവോനോട് അരുളി ചെയ്തത്. But in chapter 32 we read, എന്നാൽ 32-ാം അധ്യായത്തിൽ അതേ ദൈവം പറയുന്നത് ഞാൻ വായിക്കുന്നു. your people whom you brought out of മോശെ Egypt, നീ കൊണ്ടുവന്ന നിന്റെ ജനം they have gone away from me. അവർ എന്നിൽ നിന്നും ദൂരത്ത് പോയിരിക്കുന്നു. Saints of God, that's the way God reacts. അങ്ങനെയാണ് ദൈവം പ്രതികരിക്കുന്നത്. God always reacts. ദൈവം പ്രതികരിക്കുന്നവനായ ദൈവമാണ്. Don't think God doesn't react. ദൈവം പ്രതികരിക്കുന്നവനല്ലെന്ന് നാം കരുതരുത്. Yes. God always reacts. ദൈവം പ്രതികരിക്കുന്നവനാണ്. When men move out of God's purpose. ദൈവത്തിന്റെ ഉദ്ദേശത്തെ വിട്ട് മനുഷ്യൻ നീങ്ങുമ്പോൾ. Yes. And so we see നാം ഇവിടെ കാണുന്നത് the Lord smote them. ദൈവം അവരെ അടിച്ചു. Moses had to come down. മോശ ഇറങ്ങി വരേണ്ടു. And Moses said, who is under the Lord? കർത്താവിന്റെ പക്ഷത്ത് ആരുണ്ടായിരുന്നു? The മോശ story goes ചോദിച്ചു. on. We won't take time there. We must move on. നാം മുൻപോട്ട് പോകുന്ന സമയക്കുറവ് Saints കാരണം of God. And with all that, വിശുദ്ധന്മാരെ അതെല്ലാം what is the സംഭവിച്ചു. effect we see today in the world of those churches? ഇന്ന് ഈ ലോകത്തിലുള്ള സഭകളെ നാം കാണുമ്പോൾ Except the great number of people. വലിയ സംഖ്യയിൽ ജനങ്ങളുണ്ട്. You know, those gatherings have no effect upon darkness. എന്നാൽ ആ കൂടിവരവുകൾക്കൊന്നും അന്ധകാര ശക്തികളുടെ മേൽ യാതൊരു You know, there പ്രഭാവവുമില്ല. is no effect on the powers of darkness. അന്ധകാര ശക്തികളുടെ മേൽ ആ സഭകൾക്ക് യാതൊരു And പ്രഭാവവുമില്ല. the power over sin and immorality. പാപത്തിന്റെ മേലും അധർമ്മത്തിന്മേലും അവർക്ക് യാതൊരു പ്രഭാവവുമില്ല. Look at the measure of immorality everywhere, even in the church realm. സഭാ മണ്ഡലത്തിൽ കാണുന്ന അധർമ്മത്തിന്റെ അളവ് കാണുക. Divorces and remarriages and divorces and remarriages. വിവാഹമോചനവും പുനർവിവാഹവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. Leaders going for second, third, fourth marriages. അതുപോലെ തന്നെ ശുശ്രൂഷകന്മാർ തന്നെ ഒരു my കല്യാണം, goodness, രണ്ട് it's കല്യാണം, so 3 കല്യാണം terrible to കഴിയും. see how things are in the church realm. അങ്ങനെയാണ് ഇന്ന് സഭാമണ്ഡലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And then we see that it has no, effect on the powers of darkness. ഈ സഭകൾക്കൊന്നും അന്ധകാര No ശക്തിയുടെ മേൽ power യാതൊരു over sin and പ്രഭാവവുമില്ല. immorality around. ചുറ്റുമുള്ള അധാർമികതയെ കാണുക. Saints of God, the principal Babylon, the principles of the world. ഈ ബാബേലിലുള്ള തത്വങ്ങൾ ലോകത്തിന്റെ തത്വങ്ങളാണ്. Yes. അതിന് അന്ധകാര ശക്തിയുടെ മേൽ യാതൊരു പ്രഭാവവും ഉണ്ടായിരിക്കില്ല. It's not a matter of how many are there in the gathering. നമ്മളുടെ കൂടിവരവുകൾ എത്ര പേരുണ്ടെന്നുള്ളതല്ല കാര്യം. Yes. It is not how many are there in the gathering. കൂടിവരവുകൾ എത്ര പേരുണ്ടെന്നുള്ളതല്ല കാര്യം. But the most important factor is, എന്നാൽ പ്രാധാന്യം അറിയിക്കുന്ന കാര്യം, if that company of saints can have a real impact upon the powers of ആ വിശുദ്ധന്മാരുടെ കൂട്ടത്തിന് അന്ധകാര ശക്തിയുടെ മേൽ ഒരു പ്രഭാവമുണ്ടോ എന്നതാണ് കാര്യം. Yes. Saints of God. വിശുദ്ധന്മാരെ, That is the challenge before us. അതാണ് നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി. Yes. And may God help ദൈവം us. നമ്മളെ സഹായിക്കുമാറാകട്ടെ. Running out, just one or two things I will close. 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. So the matter is not how many, എത്ര പേരെന്നുള്ളതല്ല കാര്യം. but the matter is, are we in pace with God? ദൈവത്തോടൊപ്പം നാം മുൻപോട്ട് നീങ്ങുന്നുണ്ടോ എന്നതാണ് കാര്യം. Are we those who have power with God? ദൈവത്തോട് നമ്മൾ There മല്ലിടുന്നവരാണ്. can be an impact upon the powers of God. അന്ധകാര ശക്തികളുടെ മേൽ പ്രഭാവമുള്ളവരാണ്. The matter is that to what measure are we walking in the light? നാം വെളിച്ചത്തിൽ എത്രത്തോളം നടക്കുന്നു എന്നതാണ് കാര്യം. It's a matter of the light in our life. നമ്മുടെ ജീവിതത്തിലുള്ള വെളിച്ചത്തിന്റെ അളവാണ് കാര്യം. We walk in the light. എത്രത്തോളം വെളിച്ചത്തിൽ നമ്മുടെ That will have an impact on darkness. അതാണ് അന്ധകാര ശക്തിയുടെ മേൽ Remember, പ്രഭാവമുള്ളതാക്കുന്നത്. as I have shared before many times, മുമ്പ് ഞാൻ പങ്കുവച്ചിട്ടുള്ളത് പോലെ even a small candle has a power over darkness. ഒരു മെഴുകുതിരിയുടെ വെളിച്ചം പോലും അന്ധകാര ശക്തിയെ ജയിക്കുന്നതാണ്. So it's not a matter of the number, but it's a matter of one candle that can have real light. എന്നാൽ എണ്ണത്തിന്റെ കാര്യമല്ല, ഒരു അന്ധകാരത്തെ വെല്ലുവിളിക്കുവാൻ കഴിയുന്ന ഒരു മെഴുകുതിരിയുടെ വെളിച്ചമാണ് നമുക്ക് ആവശ്യം. And this world
would be according to our power with God as we keep in pace with the Lord in our നാം lives. ദൈവത്തോട് ഒന്നിച്ച് മുൻപോട്ട് നീങ്ങുമ്പോൾ ദൈവത്തോട് എത്രത്തോളം നാം ദൈവത്തിൽ നിന്ന് എത്രത്തോളം ശക്തി പ്രാപിക്കുന്നു എന്നതാണ് കാര്യം. Saints of God. വിശുദ്ധന്മാരെ, So may God really help ദൈവം us. നമ്മളെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. I really sense and feel that there is much for the church of God in this 21st century, in this critical and strategic time. 21-ാം നൂറ്റാണ്ടിലെ സങ്കീർണമായ തന്ത്രപരമായ ഈ സമയത്ത് സഭയ്ക്കായിട്ട് ദൈവം അധികമായി വെച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. Yes. We are living in the kairos of God's time. കർത്താവിന്റെ ആ കൈറോസ് സമയത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. According to my word. എന്റെ വചനപ്രകാരം, ഞാൻ കുറിച്ച സമയപ്രകാരം I will visit Sarah. ഞാൻ സാറായി വീണ്ടും സന്ദർശിക്കും. സാറ ഒരു മകനെ പ്രസവിക്കും. Hallelujah. Amen. 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 We need to be conscious of the seasons in which we നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലയളവിനെ നാം മനസ്സിലാക്കണം. Yes, just one more thing and I am going to close. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ In the book താല്പര്യപ്പെടുന്നു. of Joshua യോശുവയുടെ പുസ്തകം and chapter 3. അതിന്റെ 3-ാം അധ്യായം. The book of Joshua യോശുവ 3-ാം and അധ്യായം chapter 3. There's so much more to share with us, but the time is just. സമയക്കുറവ് കാരണം അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടുന്നു. പല കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുവാനുണ്ട്. Are you happy? Are you happy? Happy for what, brother? Happy to stay on another 1 hour. Sorry. All right. Joshua chapter 3. യോശുവ 3-ാം അധ്യായം. Joshua chapter 3. 3-ാം അധ്യായം. Oh, may God help us, brothers. And I want to tell you, if not for this word, I don't know where I would have been found in my. എന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനമാണ് എന്നെ നിലനിർത്തുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എവിടെയായിരിക്കും എന്ന് Somebody called me എനിക്കറിയില്ല. yesterday, and not from this country, from outside, and said, brother, the word is sustaining us day after. വിദേശത്ത് നിന്ന് ഒരു സഹോദരൻ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, We would have ഓരോ had no ദിവസവും ഞങ്ങളെ strength to പരിപാലിക്കുന്നത് live this ദൈവവചനമാണ്. life, surrounded by a hostile Christianity. ചുറ്റിലും ഇത്ര വെല്ലുവിളികളുള്ള ഒരു ക്രൈസ്തവത്തിന്റെ മധ്യത്തിൽ You're sustained by the word. ദൈവത്തിന്റെ വചനത്തിലാണ് നിങ്ങൾ പരിപാലിക്കപ്പെടുന്നത്. അതാണ് We have നമ്മുടെ every സാക്ഷ്യം. Sunday the word in person being shared. They are depending on online. ഇവിടെ നമ്മൾ ഓരോ ആഴ്ചയും ദൈവവചനം കേൾക്കുന്നുണ്ട് നേരിട്ട്. എന്നാൽ അവർക്കൊക്കെ ഓൺലൈൻ മാത്രമേ കേൾക്കുവാൻ കഴിയൂ. Thank God for this word. എന്നാൽ ദൈവത്തിന്റെ വചനമാണ് As I said, I പരിപാലിക്കുന്നത്. felt a new mandate as the Lord sent unto the disciples, go, stand and preach the words of life. എന്റെ ജീവിതത്തില് ആ അപ്പോസ്തലന്മാർക്ക് ദൈവം നൽകിയ All right, let's be ആ ഉത്തരവാദിത്വത്തെ ഞാൻ മനസ്സിലാക്കുന്നു. പോയി ഈ ജീവന്റെ വചനങ്ങളെല്ലാം പ്രസ്താവിക്കാൻ. verse 4 and 4-5 വാക്യങ്ങൾ. a verse again we know. നമുക്ക് പരിചിതമായ വചനമാണ്. A very, very encouraging word. നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന ഒരു വചനം പറഞ്ഞ് അവസാനിപ്പിക്കാൻ താല്പര്യപ്പെടും. Yet there shall be a space between you and it, about 2,000 cubits by measure. Come not near unto it, that ye may know the way by which ye must go, for ye have not passed this way heretofore. And Joshua said unto the people, sanctify yourself, for tomorrow the Lord will do wonders among you. എന്നാൽ നിങ്ങൾക്കും പുറപ്പെട്ട് അതിന്റെ പിന്നാലെ ചെല്ലണം. എന്നാൽ നിങ്ങൾക്കും അതിനിടയിൽ 2000 മുഴ അകലം ഉണ്ടായിരിക്കണം. അതിനോട് അടുക്കരുത്. അങ്ങനെ നിങ്ങൾ പോകേണ്ട വഴി അറിയാം. ഈ വഴിക്ക് നിങ്ങൾ മുൻപേ ഇല്ലല്ലോ. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. Yes. Many things here. I won't get into anything. ഇവിടെ പല കാര്യങ്ങളുണ്ട്. അത് ഞാൻ പ്രതിപാദിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല. First Joshua says യോശുവ ആദ്യം പറയുന്നത് about keeping in pace with the ark. ആ പെട്ടകത്തോട് നീങ്ങുന്ന അതേ വേഗത്തിൽ നീങ്ങുന്നതിനെ കുറിച്ചാണ്. Keep your pace with the ark. ആ പെട്ടകം നീങ്ങുന്ന വേഗത്തിൽ നിങ്ങൾ നീങ്ങണം. Don't get close. വളരെ അടുക്കുകയും ചെയ്യരുത്, Keep your pace. അകലുകയും ചെയ്യരുത്. അതേ വേഗത്തിൽ മുൻപോട്ട് നീങ്ങും.
You have never walked this way. ഈ വഴിയിൽ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ല. There are chances to miss the way, so keep your eyes and keep the pace. ഈ വഴി നഷ്ടമായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കണ്ണുകളെ പെട്ടകത്തിന്മേൽ വെച്ചിട്ട് പെട്ടകം നീങ്ങുന്ന അതേ വേഗത്തിൽ നീങ്ങണം. Many things are known here. പല കാര്യങ്ങൾ അറിയില്ല. It is still dark. അന്ധകാരം നിറഞ്ഞ സമയം. Many things are unknown. പല കാര്യങ്ങളും അറിയാൻ പാടില്ല. അതുകൊണ്ട് കണ്ണുകൾ and then he said in verse 5, 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, and Joshua said unto the people, sanctify yourselves, for tomorrow the Lord will do wonders among you. പിന്നെ യോശുവ ജനത്തോട് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. I want to tell you one thing. ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. God is calling his remnant church. ദൈവം തന്റെ ശേഷിപ്പായ സഭയെ വിളിക്കുന്നത് progressing on to their destiny. തങ്ങളുടെ ലക്ഷ്യത്തെ നോക്കി മുൻപോട്ട് പോകുന്ന സഭയോട് നിങ്ങളെ ശുദ്ധീകരിപ്പിൻ എന്നാണ് ദൈവം പറയുന്നത്. They are called to a sanctified, separated life. അവർ ശുദ്ധീകരിക്കപ്പെട്ട വേർപെട്ട ഒരു ജീവിതം ജീവിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. This is very important. ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. Sanctify yourself. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. Yes. Sanctify yourself. നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പിൻ. The old school focuses on setting themselves apart from this thing and that thing and this thing. That's the old school. പഴയ ചിന്താഗതി അല്ലെന്ന് വരില്ല. ആ പഴയ ദൈവമക്കളുടെ ചിന്താഗതി നമ്മൾ കരുതിയാൽ പല കാര്യങ്ങളും ശാരീരികമായി വേർപിരിക്കുന്ന കാര്യമാണ്. On this new day, എന്നാൽ ഈ പുതിയ നാളിൽ our sanctification is different. നമ്മുടെ ശുദ്ധീകരണം വ്യത്യസ്തമാണ്. There is a legalistic way of sanctifying. ശരീരപ്രകാരമായ കാര്യങ്ങൾ നമ്മളെ വേർപിരിക്കുന്ന ഒരു ശുദ്ധീകരണമുണ്ട്. But in the new day, എന്നാൽ ഈ പുതിയ നാളിൽ you are sanctified unto the Lord. നാം കർത്താവിന് വേണ്ടിയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. Amen. Your sanctification is unto the Lord. കർത്താവിന് വേണ്ടിയാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. And that would mean many more things than just this thing and that thing. മറ്റു പല കാര്യങ്ങളിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്ന ഒരു വിശുദ്ധീകരണത്തിൽ നിന്നും വളരെ വിപുലമായ ഒന്നാണിത്. കർത്താവിന് വേണ്ടി നമ്മളെ വിശുദ്ധീകരിക്കുന്ന കാര്യമാണ്. കർത്താവിന് വേണ്ടി നമ്മളെ വിശുദ്ധീകരിക്കണം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. Though the Jordan is flooded, യോർദാൻ കര നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, this is the word of the Lord to us. ഇതാണ് ദൈവം നമ്മോട് പറയുന്ന വചനം. Though Jordan is flooded, ഈ കര നിറഞ്ഞ് യോർദാൻ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ, yes, though Jordan is overflowing, കര നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന യോർദാൻ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ തന്നെയും നമ്മുടെ അവകാശത്തിലേക്ക് കടന്നു പോകുന്നതിന് അതിന് നേരെ നിൽക്കേണ്ട സമയമാണ്. It is time to posture yourself to move. മുൻപോട്ട് നീങ്ങുന്നതിനായി നാം നമ്മളെ തന്നെ ആ നിലയിൽ നിർത്തേണ്ട സമയമാണ്. Is overflowing. യോർദാൻ ഇരുകര കവിഞ്ഞൊഴുകുന്നുണ്ടെങ്കിൽ തന്നെ. Out there. Amen. Many things we don't know. പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. Jordan is overflowing. അതുപോലെ നമ്മുടെ മുമ്പിൽ എരികോ മതിലുണ്ട്. എങ്കിൽ തന്നെയും പല കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ലെങ്കിൽ തന്നെയും വിശുദ്ധന്മാരെ ആ ദൈവം ധ്വനിപ്പിക്കുന്ന കാഹളധ്വനിയെ കേൾക്കുക, അയ്യവിളിയെ കേൾക്കുക. നിങ്ങളുടെ അവകാശത്തിലേക്ക് മുൻപോട്ട് നീങ്ങുന്നതിനായി ഒരുങ്ങി നിൽക്കും. നിങ്ങളിലും ഞാൻ ഉത്സാഹഭരിതനാണ്. നിങ്ങളെക്കാൾ ഞാൻ ശക്തി പ്രാപിച്ചു. ഞാനും ശക്തീകരിക്കപ്പെട്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ ശക്തി നിങ്ങൾ കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നിച്ച് പ്രൈസ് ദി ലോർഡ് പറയാം. May God help us, brothers. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. Many things unknown. It is still dark there. പല കാര്യങ്ങളും നമുക്ക് അവ്യക്തമാണ്. ചുറ്റിലും ഇരുൾ നിറഞ്ഞിരിക്കുകയാണ്. എങ്കിൽ തന്നെയും നമ്മുടെ അവകാശത്തിലേക്ക് മുൻപോട്ട് പോകുന്നതിനായിട്ട് നമുക്ക് ഒരുക്കത്തോടെ നിലകൊള്ളാം. I want to tell you, posture church of Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ സഭയെ ഒരുങ്ങി നിൽക്കുക. Keep pace with your God. നിന്റെ ദൈവത്തോടു കൂടി മുൻപോട്ട് നീങ്ങുക. I wish I had more time with us. എനിക്ക് അധിക സമയം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Next Sunday also you can have time. I accept your word. So I stop here. ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.